ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബിജി സാറ് കേൾക്കുന്നുണ്ടോ? മെർലിൻ കേൾക്കുന്നുണ്ടോ? സർ കേൾക്കുന്നുണ്ട്. ബിജി സാറേ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമുക്കിന്ന് നോക്കേണ്ടത് ഒരു ബിൽഡിങ്ങിന്റെ ഒരു പ്ലോട്ടിൽ നമുക്കൊരു ബിൽഡിംഗ് വെക്കണം. അപ്പൊ അതിനായിട്ട് എന്നെ സമീപിച്ചു. അപ്പൊ ഇതാണ് നമ്മൾ ആ കാണുന്ന പ്ലോട്ട്. അപ്പൊ ഇത് സൗത്ത് ഫേസ് ആയിട്ടാണ് ഈ പ്ലോട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ റോഡ്, മെയിൻ റോഡ് ഇത്. അവിടെ നിന്ന് ഒരു ബൈ റോഡ് ഇങ്ങോട്ട് പോകുന്നു. അപ്പോ ഇത് വെസ്റ്റ് ഫേസ് ആണ്. ഇവിടെ വെസ്റ്റും ഇവിടെ സൗത്തും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ബിൽഡിംഗ് വെക്കണം എന്നുള്ള അവസ്ഥയിലാണ് വന്നത്. അപ്പൊ നമുക്ക് ആദ്യം കേരള ബിൽഡിംഗ് റൂൾ നോക്കാം. ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 മീറ്റർ വിടണം. ഇവിടെ ഒന്നിലധികം ആൾക്കാർക്കുള്ള വഴി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1.5 മീറ്ററും നമ്മളിവിടെ ഗ്യാപ്പ് വിടാം. ഇനി നമുക്ക് ഈ സൈഡില് നമുക്ക് സൈഡ് യാർഡ് ആയിട്ട് 1 മീറ്റർ വിടാം. അതുപോലെ ബാക്ക് യാർഡ് ആയിട്ടും നമുക്ക് സ്ഥലം. അപ്പൊ ഈ ഒരു പ്ലോട്ടിലാണ് നമുക്ക് ബിൽഡിംഗ് ഇപ്പോൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ടത്. നമുക്കിതൊന്ന് ചർച്ചയിലൂടെ പോകും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ പ്ലോട്ടിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സർ. ശരി. അപ്പൊ ഇവിടെ നമുക്ക് ഇതാണ് ഒരു പ്ലോട്ടിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ. അതായത് ഇതാണ് ഈ ഭാഗത്താണ് നമ്മുടെ മെയിൻ റോഡായിട്ട് വന്നിരിക്കുന്നത്. മെയിൻ റോഡ് ഇത്. ഈ സൈഡില് ഒരു പ്ലോട്ട് ഉണ്ട്. ഇത് ഈ സൈഡിൽ കൂടിയാണ്. അടുത്ത ഒരു പാടത്തിലേക്ക് നോക്കാം. അടുത്ത പിക്ചർ നോക്കാം. അപ്പൊ എവിടെയെങ്കിലും ഒന്നും പൊളിഞ്ഞു കിടക്കുന്നു, അതുവഴി കയറുന്നതാണ്. ഇതിനകത്ത് ഈ വസ്തുവിനകത്ത് നിറച്ച് മരങ്ങളാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ കറക്റ്റ് പ്ലോട്ട്. ഈ പ്ലോട്ടിൻ്റെത് വെസ്റ്റ് സൈഡാണ്. ഇത് വെസ്റ്റ് ഫേസ് ആണ്. അപ്പൊ ഈ സൈഡിലാണ് അവരുടെ വഴി വരുന്നത്, അങ്ങോട്ട് പാസേജ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്ഥലം വിടണം എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേ പാസേജ് വരുന്നത് കൊണ്ട് നമുക്കവിടെ 1.5 മീറ്റർ സ്ഥലം വേണം. ഓക്കെ. ഇതാണ് ആ വഴി കാണുന്നത്. ഉണ്ടെന്ന് പറഞ്ഞ വഴിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് വീണ്ടും ഒരു ഫോട്ടോ കാണിച്ചതേ ഉള്ളൂ. ഫ്രണ്ട് സൈഡ് ഇതാണ് നമ്മുടെ പ്ലോട്ട്. അപ്പൊ ഈ ഭാഗത്തു കൂടിയാണ് നമുക്ക് ബിൽഡിനകത്തേക്ക് പ്രവർത്തിക്കുന്നത്.
നമ്മൾ കയറുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനകത്ത് നമുക്ക് കൊള്ളുന്ന ഒരു പ്ലാൻ നമുക്ക് വരച്ചു കൊടുക്കാം. അതിന് എന്തൊക്കെയാണ് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കേൾക്കാം, വിജിസാറിന്റെ അഭിപ്രായം നോക്കാം. അതിനുശേഷം നിങ്ങൾ എല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിനകത്തൊരു പ്ലാൻ വരയ്ക്കുന്ന രീതിയിലേക്ക് പോകാം. അപ്പൊ ഇനി വിജിസാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. നമുക്ക് ഈ പ്ലോട്ടിനകത്ത് എങ്ങനെയാണ് വീട് വെക്കേണ്ടത്? ഇപ്പോ വെസ്റ്റും സൗത്തിലും മാത്രമേ ഇവർക്ക് ഫേസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെയുള്ള ഇത്. ഒന്നുകിൽ പുര തെക്കിനി അല്ലെങ്കിൽ പടിഞ്ഞാറ്റിനി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഇത് വെസ്റ്റ് സൈഡ് പറഞ്ഞോളൂ സാർ. എല്ലാവർക്കും നമസ്കാരം. ഈ മെയിൻ റോഡ് എന്ന് പറയുന്നതും സ്വകാര്യ റോഡ് എന്ന് പറയുന്നതും രണ്ടും നമ്മുടെ പ്ലോട്ടിലേക്ക് കയറാനുള്ള, മറ്റാരുടെ അനുവാദമില്ലാതെ നമ്മുടെ പ്ലോട്ടിലേക്ക് കയറാനുള്ള വഴിഭാഗം വരുന്ന ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലോട്ടിൽ എങ്ങനെ വീട് വെക്കണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നിയമങ്ങൾ ഓരോന്നും പരിശോധിക്കേണ്ടി വരും. സാറ് പറഞ്ഞതുപോലെ ഒറ്റഗ്രഹമായിട്ടാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കിഴക്കോട്ട് ദർശനമോ വടക്കോട്ട് ദർശനമോ ആവാം, അതായിരിക്കും ഉത്തമമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇവിടെ ശാസ്ത്രം എന്നിട്ട് പറഞ്ഞു, ദീർഘിക മാർഗസരിതാം വേദം നേ ഛന്ദികേജന സുരാലയ നദീ കൂലാദുന്മുഖ നിഖിലാലയ. ദീർഘിക മാർഗസരിതാം, അതായത് വഴിക്ക് അഭിമുഖമായിട്ട്, ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ ജലാശയത്തിന് അഭിമുഖമായിട്ട്, അല്ലേ? ദേവാലയങ്ങൾ ഉണ്ടെങ്കിൽ ദേവാലയങ്ങൾക്ക് അഭിമുഖമായിട്ട്, ദേവാലയങ്ങളെ മാനിച്ചുകൊണ്ട്, അതാണ് അഭിമുഖം എന്ന് ഉദ്ദേശിക്കുന്നത്. ദീർഘിക മാർഗം. അപ്പം ഈ പ്രധാന റോഡിനെ ഭേദിച്ചുകൊണ്ട് വെക്കരുതെന്ന് പറഞ്ഞാൽ പ്രധാന റോഡിലേക്ക് സമാന്തരമായിട്ട് ഗൃഹം വെക്കുക എന്നുള്ളത്. ഇവിടെ പ്രധാന റോഡ് പടിഞ്ഞാറ് വശത്ത്, തെക്കുവശത്തെ റോഡാണ്. അല്ലല്ലോ, പടിഞ്ഞാറല്ലേ? പടിഞ്ഞാറ് വശത്തെ റോഡാണ്. പ്രധാന റോഡ് പടിഞ്ഞാറ് വശത്തെയാണ്. അപ്പൊ നമുക്ക് ആ നിയമം നമുക്ക് അനുസരിക്കാൻ നോക്കാം. പടിഞ്ഞാറ് ദർശനമായിട്ട് വീട് വെക്കാൻ നമുക്ക് തീരുമാനിക്കാം. ഈ വീട് വെക്കാൻ നമ്മൾ പടിഞ്ഞാറ് ദർശനമായിട്ട് തീരുമാനിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ നിയമങ്ങളൊക്കെ നമ്മളെ ഉള്ളിലേക്ക് വരേണ്ടതുണ്ട്. എന്താണ് ആ നിയമങ്ങളിൽ? പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വീട് ചെയ്യുമ്പോൾ മറ്റ് ദർശനങ്ങൾക്കൊന്നും, മറ്റ് ദിക്കിലേക്കൊക്കെ ഗൃഹം നിർമ്മിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പടിഞ്ഞാറ്റ് ദർശനം വെച്ചാൽ മതി എന്നാണ് ശാസ്ത്രം പറയുന്നത്. കിഴക്കോട്ടോ വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ, അതുമല്ലെങ്കിലാണ് പടിഞ്ഞാട്ട് വരുന്നത്. ഈ പടിഞ്ഞാട്ട് ദർശനം വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്ഷീണസൂര്യന്റെ ഏറ്റവും മോശമായ രശ്മികളായിരിക്കും വളരെ കൃത്യമായിട്ട് ഈ വലിയ വാതായനങ്ങളുടെ അകത്തേക്ക് കയറുന്നത്. ക്ഷീണസൂര്യൻ എന്ന് പറഞ്ഞാൽ സായന്തനത്തിലെ സൂര്യൻ, അല്ലെ? പ്രഭാതത്തിന്റെ സൂര്യന്റെ യഥാർത്ഥത്തിലുള്ള പോസിറ്റീവ് എനർജികളൊക്കെ കൃത്യമായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ അത് കിഴക്കോട്ട് തന്നെ ദർശനം. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴയ വീടുകൾ, ഏതാണ്ട് ഒരു 30 വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ 30-35 വർഷങ്ങൾക്ക് മുമ്പോളം പഴക്കമുള്ള വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ കൂടുതലും കിഴക്കോട്ട് തന്നെ ദർശനമായിരിക്കും മാക്സിമം. അവിടെ വഴിക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല. അന്ന് ഇതുപോലെ റോഡുകളൊന്നുമില്ല, അന്ന് പൊതുവായിട്ടുള്ള വഴികളായിരിക്കും. ഈ വഴികൾക്ക് പോലും പ്രാധാന്യം കൊടുക്കാതെ കിഴക്കോട്ട് ദർശനമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ശാസ്ത്രത്തിനെ അനുസരിച്ച്, ശാസ്ത്രത്തിനെ വിധേയമായി ഗൃഹം നിർമ്മിച്ചു എന്ന് വേണമെന്ന് കരുതാൻ. പിന്നീട് നമ്മൾ കണക്കുകൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയില്ലേ, കിഴക്കോട്ട് ദർശനത്തിന് വേണമെങ്കിൽ ഏത് കണക്ക് ഉപയോഗിക്കാം. അഥവാ ഏതെങ്കിലും തരത്തിൽ കണക്കുകൾക്ക് എന്തെങ്കിലും വൈഷമ്യം ഉണ്ടായാൽ തന്നെ കിഴക്കോട്ട് ദർശനമാകുമ്പോൾ അത് പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ളൊരു നിയമം കൂടെ ഇവിടെ ഉണ്ട്. ഈ പ്ലോട്ടിൽ ആദ്യം നമുക്ക് തീരുമാനിക്കേണ്ടത് ദിക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ദിക്ക് കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കിഴക്ക് വശത്ത് 10-7 പടിഞ്ഞാറ് വശത്ത് 11-65.
തെക്കുവശത്ത് 26 വടക്കുവശത്ത് 15 12 27 5 ഇതിന്റെ എല്ലാം കൂടെ മധ്യം എടുത്തിട്ട് ഒരു കുറ്റി നാട്ടി അവിടെ നിന്ന് കൃത്യമായിട്ട് ദിക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. ദിക്ക് കറക്റ്റ് ചെയ്ത് ദിക്കിനനുസൃതമായിട്ട് ഒരു ചരട് കിഴക്ക് പടിഞ്ഞാറ് ഇട്ട് കഴിഞ്ഞാൽ ഈ ചരടിൽ നിന്ന് പിന്നീട് നമ്മൾ നമ്മുടെ ഓപ്സെറ്റ്, ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ബിൽഡിംഗ് റൂള് പരിഗണിക്കണം. ബിൽഡിംഗ് റൂള് പരിഗണിച്ചില്ലെങ്കിൽ നമ്മൾ വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം വെച്ച് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവർ പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും നമ്പർ ഇട്ട് തരില്ല. നമ്മൾ വ്യവസ്ഥാപിതമായ ഒരു നിയമത്തിന്റെ കീഴിൽ, ഒരു നിയമസംഹിതയുടെ കീഴിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആ വ്യവസ്ഥയ്ക്ക് വിധേയമായി തന്നെ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്തെന്നാൽ റോഡിൽ നിന്ന് നിശ്ചിതമായ അകലം ഉണ്ടായിരിക്കണം ഗൃഹത്തിന്. ഫ്രണ്ടേജ്, ബാക്കേജ്, സൈഡുകൾ ഒക്കെ എത്ര വിടണമെന്നൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഈ മധ്യത്ത് നാട്ടിയ കുറ്റിയിൽ നിന്നും കിഴക്ക് പടിഞ്ഞാറ് ദിക്ക് കിട്ടിയാൽ ആ നിയമപ്രകാരം അവിടെ വെക്കാൻ പറ്റുന്നത് ഏതാണ്, എന്തുമാത്രം വലിപ്പത്തിലുള്ളതാണെന്നുള്ളൊരു കണ്ടുപിടുത്തം നമ്മൾ നടത്തണം. ആ കണ്ടുപിടുത്തം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം കണക്കുകളിലേക്ക് പോകേണ്ടത്. അപ്പൊ പടിഞ്ഞാറ് റോഡുള്ളത് കൊണ്ട് പടിഞ്ഞാറ്റ് ദർശനം വെക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറ്റ് ദർശനം വെക്കണമെന്നുള്ള നിയമമൊന്നുമില്ല. ഇവിടെ കിഴക്കോട്ട് ദർശനം വെച്ചാലും പടിഞ്ഞാറുന്ന് കൃത്യമായി പദനിരൂപണം നടത്തിയിട്ട് പടിഞ്ഞാറുന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക് കയറേണ്ട വഴി കൃത്യമായ ഗേറ്റ് സ്ഥലം കൊടുത്തിട്ട് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പടിഞ്ഞാറ്റ് തന്നെ ചെയ്യാം. എന്താ, ദീർഘികാമാർഗ സരിതാം വേദന ചന്ദ്രിയജന എന്നോ സുരാലയ നദീ കൂലാദുന്മുഖ നിഖിലാലയ എന്നൊക്കെ പറയുന്ന ആചാര്യൻ പറയുന്നത് കൊണ്ട് അതിലേതെങ്കിലും ഒരു പ്രമാണപ്രകാരം നമുക്ക് പടിഞ്ഞാറ്റ് ദർശനം വിസ്താരമേറിയ പൊതുവഴി, രാജവീതി എന്നാണ് അതിന് പറയുന്നത് അല്ലേ. ആ രാജവീതിക്ക് അഭിമുഖമായിട്ട് ചെയ്യുമ്പോൾ ഏകയോനിൽപ്പെട്ടൊരു കണക്കായിരിക്കണം ഇവിടെ സ്വീകരിക്കേണ്ടത്. ഈ ഏകയോനിൽപ്പെട്ട കണക്ക് സ്വീകരിക്കുന്നതോടൊപ്പം ഈ ഏകയോനിൽപ്പെട്ട കണക്ക്, ഏത് കണക്ക് ഇവിടെ ബിൽഡിംഗ് റൂൾ പ്രകാരവും വാസ്തു റൂൾ പ്രകാരവും അനുയോജ്യമാകും എന്ന് കൃത്യമായ ദിക് നിർണയം നടത്തിയതിന് ശേഷം ഓപ്സെറ്റ് ഇട്ടിട്ട് കണ്ടുപിടിക്കണം. ഓപ്സെറ്റ് ഇട്ട് കണ്ടുപിടിക്കുമ്പോൾ ബിൽഡിംഗ് റൂളിനേക്കാളും ലേശം കൂടെ, ബിൽഡിംഗ് റൂളിന് പ്രകാരം കിട്ടുന്നതിനേക്കാളും ലേശം കൂടെ കുറവേ ആകാവുള്ളൂ, കൂടുതലാകാൻ പാടില്ല. കുറച്ചെടുത്തിട്ട് കണക്കുണ്ടാക്കുകയും ആ കണക്ക് പാദാധിക എന്ന് പറയുന്ന ആ അംശത്തിലേക്ക് കൊണ്ടുവരികയും ആ കണക്ക് പ്രകാരം നമുക്ക് പ്ലാൻ വിഭാവനം ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ഭൂമി കിഴക്ക് പടിഞ്ഞാറ് നീളം കൂടിയ ഭൂമിയാണ്. ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കിഴക്ക് പടിഞ്ഞാറ് നീളം കൂടിയ ഭൂമിക്ക് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് എന്താണ് പറയുന്നത്? നാഗപൃഷ്ഠം എന്നാണ് പറയുന്നത് അല്ലേ. ഈ നാഗപൃഷ്ഠം ചതുരശ്രമാക്കി എടുക്കണമെന്നാണ് നിയമം. ഇത്തിരി വസ്തുവില് ഇതിപ്പം വിസ്താരത്തിന്റെ, ഈ വിസ്താരം എന്ന് പറയുന്നത് 10.7 അല്ലെങ്കിൽ 11.65 എന്ന് പറയുന്ന കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തും തെക്കുവടക്ക് ഉണ്ടായിട്ടുള്ള ലഭിച്ചിരിക്കുന്നതായ ആ അളവ് കൃത്യമായ മധ്യത്ത് നാട്ടിയ കുറ്റിയിൽ നിന്നും പകുതി വീതം കിഴക്കോട്ടും പടിഞ്ഞാട്ടും വെച്ച് കിട്ടുന്ന സമയോദരത്തിനകത്താണ് യഥാർത്ഥത്തില് നമ്മുടെ നിയമപ്രകാരം ഗൃഹം നിർമ്മിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇതിനകത്ത് വളരെ തീരെ ചെറിയൊരു വീട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു വീട് തീരെ ചെറുതായിട്ട് വാസ്തുനിയമപ്രകാരം മാത്രം അനുസരിച്ച് ചെയ്താൽ നമ്മുടെ ഈ ആവശ്യക്കാരൻ അല്ലെങ്കിൽ താമസിക്കേണ്ട ആളിന് അത് മതിയാവാതെ വരുന്നൊരു സന്ദർഭം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വിസ്താരത്തിന്റെ 4/1 കൂടെ എടുത്തിട്ട് കിഴക്ക് പടിഞ്ഞാറ് ദീർഘമായിട്ട് വസ്തു കൽപ്പിക്കാം. അതൊരു നിയമമാണ് അല്ലെ. വിസ്താരത്തിന്റെ 8/1, 6/1, 4/1 ഒക്കെ എടുത്തിട്ട് ദീർഘത്തോടൊപ്പം കൂട്ടി അതിനകത്ത് ഗൃഹം നിർമ്മിക്കാവുന്ന. അവിടെയും പക്ഷാന്തര അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എടുത്താൽ തന്നെയും അതിനകത്ത് കിട്ടുന്ന സമയോദരത്തിൽ മാത്രമേ വീട് വെക്കാവുള്ളൂ. ഏതായാലും ഈ കാലത്ത് അതിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ദിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്സെറ്റ് പ്രകാരം, ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾ പ്രകാരം എന്തുമാത്രം അവിടെ കിട്ടുമോ ആ കിട്ടുന്നത് അതിനേക്കാൾ കുറഞ്ഞ അല്ലെങ്കിൽ അതിനനുസൃതമായിട്ട്
ഒരു വാസ്തുഖണ്ഡം, അത് ഏകയോനിയിൽപ്പെട്ട ഉത്തമമായ ഒരു കണക്ക് വരുന്ന ഒരു വാസ്തുഖണ്ഡം തിരിച്ചെടുക്കുക. ഈ വാസ്തുഖണ്ഡം തിരിച്ചെടുത്തിട്ട് ആ വാസ്തുഖണ്ഡത്തിനകത്ത് ഈശത്തിലേക്കോ നിർദ്ദിയിലേക്കോ ഗമിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ഗൃഹം പ്ലാൻ ചെയ്യുക. അപ്പൊ ഞാനിപ്പം 3 രീതിയിലാണ് ഇപ്പൊ പറഞ്ഞു തന്നത് അല്ലെ. 3 രീതിയിൽ ഞാനിപ്പോ കൃത്യമായിട്ട് 3 രീതിയിൽ നമുക്ക് ഇതിനകത്ത് സ്ഥാനം കാണുന്നതിനെ പറ്റി. ഇനി ഇതും പറ്റില്ല, അതിനേക്കാളും വലുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഒരു സ്ഥായി ഗൃഹം അല്ലെങ്കിൽ ഒരു തായ്പുരയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആകെയുള്ള വസ്തുവിന്റെ ബിൽഡിംഗ് റൂൾ പ്രകാരം കിട്ടുന്നത് ദിക്ക് തിരിച്ചെടുക്കുന്നതിനകത്ത് ഒരു സ്ഥായി ഗ്രഹം ഉണ്ടാക്കുകയും ആ സ്ഥായി ഗ്രഹത്തിൽ നിന്ന് ഉപഗ്രഹങ്ങളായി മുന്നോട്ട് തള്ളുകൾ ഇറക്കി അടുത്ത നല്ല കണക്കുകളിലേക്ക് യോജിപ്പിക്കുന്നതായിരിക്കും 4ാമത്. അങ്ങനെ വരുമ്പോഴും ഈ സ്ഥായി ഗ്രഹത്തിന്റെ മധ്യവും ഉപാലയം കൂടെ കൂട്ടിച്ചേർക്കുന്നതായ പിന്നീട് വരുന്ന ആകെ ചുറ്റും അതിന്റെ ദീർഘവിസ്താരാദികളിൽ മധ്യത്ത് വെർട്ടിക്കലായി ഭിത്തികൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇത്തിരി ജോലികളുള്ള ഒരു പരിപാടിയാണ്. ഇതുപോലെ ചെറിയ വസ്തുക്കളൊക്കെ ആകുമ്പോഴത്തേക്ക് ജോലികളൊക്കെ ഉണ്ട്. ഇവിടെ ഡയഗ്രാം ചെയ്തിരിക്കുന്ന പ്രകാരമാണ് യഥാർത്ഥത്തിൽ വാസ്തുഖണ്ഡം തിരിച്ചിട്ട് അതിനകത്താണ് വീട് വെക്കേണ്ടത്. അതിനകത്ത് ഒതുങ്ങുന്ന വീട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് മൊത്തത്തിൽ അതിനേക്കാൾ വലിയ നിയമപ്രകാരം ഒരു നല്ല ഏകയൂനിൽപ്പെട്ട കണക്കെടുത്ത് നല്ല അംശകത്തിലെടുത്ത്, അതായത് വിസ്താരവും ദീർഘവും നല്ല അംശകത്തിൽ വരത്തക്ക രീതിയിൽ ഒരു പുതിയൊരു വാസ്തുഖണ്ഡം ഈ നിയമത്തിന് വിരുദ്ധമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു സ്ഥായി ഗ്രഹം ഉണ്ടാക്കുകയും ആ സ്ഥായി ഗ്രഹത്തിന് തള്ളുകൊടുത്ത് അടുത്ത ഏകയോനിൽപ്പെട്ട പുറം ചുറ്റി വരത്തക്ക രീതിയിൽ ഗൃഹം നിർമ്മിക്കുകയും യഥാസ്ഥാനങ്ങളിൽ മുറികൾ, അടുക്കള, മറ്റ് ശൗചാലയങ്ങൾ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നതാണ് ബെറ്റർ. ഇതിന്റെ പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇത്രയുമാണ് ഈ പ്ലോട്ടിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ സംഗതി. നിരവധി സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് ഇത്രയും നിയമപ്രകാരമുള്ളതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഓരോ അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സന്തോഷ് സാറ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ഒരു പ്ലോട്ടാണ്. സന്തോഷ് സാർ ഉണ്ടല്ലോ. അതുകൊണ്ട് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഞാനിപ്പോ കയറിയതുള്ളത്. അപ്പൊ ഇതൊരു പ്ലോട്ട്, എനിക്കൊരു വർക്ക് വന്നതാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ വെസ്റ്റ് സൈഡ്, അതായത് പടിഞ്ഞാറ് സൈഡിൽ കൂടിയാണ് മെയിൻ റോഡ് പോകുന്നത്. പടിഞ്ഞാറ് സൈഡിൽ കൂടി മെയിൻ റോഡ് പോകുന്നു. ബൈ റോഡ് സൗത്ത് സൈഡിൽ കൂടി പോകും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബെൻഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലും ഇങ്ങനെ ഒരു ബെൻഡൊക്കെ ഉണ്ട്. ദിക്ക് ഏതാണ്ടൊക്കെ പൂർണ്ണമായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ദിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ബിൽഡിംഗ് വെക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അവർ 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് വേണമെങ്കിൽ അവർക്ക് തെക്കോട്ട് ഫേസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം, ഇല്ലെങ്കിൽ അവർക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തും വെക്കാം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്ലോട്ടിന്റെ ഈ ഒരു വർക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഐഡിയ ആണ് ബിജു സാർ ഇതുവരെ പറഞ്ഞത്. അപ്പൊ സന്തോഷ് സാറിന്റെ കാര്യം കൂടി പറയുക. കാരണം ഒന്നുകിൽ പുര തെക്കിനി അല്ലെങ്കിൽ പടിഞ്ഞാറ്റിനി എന്നൊക്കെയാണ് നമ്മൾ ഇവരെ പഠിപ്പിച്ചത്. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അതായത് കിഴക്കിനിയും അതുപോലെ തന്നെ വടക്കിനിയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. സന്തോഷ് സാർ തുടങ്ങിക്കോളൂ. സന്തോഷ് സാറെ തുടങ്ങിക്കോളൂ. കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്.
നമസ്കാരം. ഇപ്പൊ ഒരു പ്ലോട്ട് ദീർഘചതുരമായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പൊ അതിലിടയിൽ ഒരു ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബെൻഡ് വന്നിരിക്കുമ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ കാണാം 16:8 എന്നും പറഞ്ഞ് 16:4 എന്ന് പറഞ്ഞിട്ട് ഒരു ബെൻഡ് വന്നിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്ലോട്ടുകളൊക്കെ ആദ്യമേ നമ്മുടെ വാസ്തുവിന്റെ അടിസ്ഥാന നിയമം എന്നുള്ളത് എന്താണ്? ദിക്ക് അനുസരിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോ ദിക്കിനനുസരിച്ചിട്ട് വേണം തത്രക്രമേണ ബഹുധാ ധരണി പരീക്ഷ ദിക് നിർണയാദി ശുഭരീതി പരിഗ്രഹസ്യ. ദിക്കിനെ നിർണയിക്കണം എന്നാണ്. അപ്പോ ദിക് നിർണയം ചെയ്ത് വേണം നമ്മൾ അവിടെ ഗൃഹനിർമ്മാണത്തിന് തുനിയാൻ എന്നാണ്. അത് ചന്ദ്രികയില് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 2 പ്രാവശ്യം അത് പറയുന്നു. വർജ്യ മധ്യനദാസ ഗർഭഗുഹര വിശ്വ വിദിക് സ്ഥാപിജ. വിദുക്കായിട്ടുള്ള ഭൂമിയെ തന്നെ വർജിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മള് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? വിദുക്കായ ഭൂമിയെ വർജിക്കാൻ ഇന്നത്തെ കാലത്ത് സാധ്യമല്ലാത്തത് കൊണ്ട് ആ ഭൂമിയിൽ ദിക്ക് പ്രധാനമായിട്ട് നമ്മൾ ഗൃഹനിർമ്മാണം നടത്തും. അപ്പൊ ഈ ഗൃഹനിർമ്മാണം നടത്തുമ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ബിജു സാറ് പറഞ്ഞതുപോലെ വാസ്തുപദം ധരിക്കണം എന്നുള്ളതാണ്. അല്പത്വൈവ മഹത്വൈവ സീമാസൂത്രേ വിനിശ്ചിതേ. അത് ചെറിയ വീടായാലും വലിയ വീടായാലും എന്ത് നിർമ്മാണ പ്രവർത്തനമായിരുന്നാലും സീമാസൂത്രേ വിനിശ്ചിതേ. വലുതായാലും എന്തിനായിരുന്നാലും വാസ്തുപദം ധരിക്കണം. വാസ്തുപദം ധരിച്ചിട്ട് വേണം നമ്മൾ ഗൃഹനിർമ്മാണ ആദി വിഷയങ്ങളിലേക്ക് തുനിയാൻ അല്ലെങ്കിൽ ചെയ്യാൻ എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ പ്ലോട്ട് കണ്ടാൽ ദിക്ക് തിരിച്ചിട്ട് എന്താണ് വേണ്ടത്? ആദ്യം വാസ്തുപദമാണ് നമ്മൾ കാണേണ്ടത് എന്ന് സാരം. അപ്പൊ ഒരു വാസ്തുപദം കണ്ടിട്ട് അതിനുള്ളിൽ എത്ര കോലിൽ നമുക്ക് ഗൃഹനിർമ്മാണം നടത്താം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ കാണേണ്ടി വരും. കാരണം ഈ വാസ്തുപദത്തിൽ കൂടെ തന്നെ മറ്റു വേദദോഷങ്ങൾ, അതായത് മുട്ടതിരി വേദം എന്ന് പറയും, അതിരിമുട്ടെന്നും പറയും ചില സ്ഥലങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും അതിൽ തന്നെ വന്നുപെടാൻ പാടില്ല എന്ന് മയമതത്തിൽ പറയുന്നു. ആ വാസ്തുപദത്തിൽ പോലും വരാൻ പാടില്ല എന്നാണ്. അപ്പോ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആചാര്യൻ എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ ഒന്ന് കാണാതെ ഒന്ന് പറയില്ല. അതില് ആചാര്യ വചനം ഗ്രാഹ്യം എന്നാണ്. ആചാര്യന്റെ വചനത്തെ നമ്മൾ ഗ്രഹിക്കണം. ആചാര്യൻ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ അതിനെ ആചാര്യന്റെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നിർമ്മാണാദി പ്രവർത്തനങ്ങൾക്ക് തുനിയാൻ എന്നാണ്. അപ്പൊ ഇതുപോലെ അതിരുമുട്ട അല്ലെങ്കിൽ മുട്ടതിരി വേദം, മാർഗവേദം, ക്ഷേത്രങ്ങളുടെയോ അല്ലെങ്കിൽ ശ്മശാനങ്ങളുടെയോ സർപ്പക്കാവുകളുടെയോ മറ്റ് സമീപ പ്രദേശങ്ങളുള്ള ഗൃഹങ്ങളുടെയോ ഒക്കെ വേദദോഷാദികൾ ഇതിലേക്ക് വരുന്നുവെങ്കിൽ അവയെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു വാസ്തുപദം കാണുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുള്ളിൽ ആ വാസ്തുപദത്തിനുള്ളിൽ മർമ്മങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് എത്ര കോലിൽ അല്ലെങ്കിൽ എത്ര വലിപ്പത്തിൽ നമുക്ക് ഗൃഹനിർമ്മാണാദി വിഷയങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ നിയമപ്രകാരം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് വീട് വച്ചിട്ടാണ് വാസ്തുപദത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ഗൃഹനിർമ്മാണത്തിന് ഒരു വ്യക്തി വന്ന് നമ്മളെ സമീപിച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിരിക്കണം എന്നാണ് ചന്ദ്രയിൽ ആദ്യമേ തന്നെ പറയുന്നു. ജന്മാദ്യ വിധാനന്ദം മനസ്സാ നിശ്ചിത്യ മന്ത്രം സമ്യക്. ജന്മാദി അവിധാനന്ദം. ജന്മാദി എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയുടെ ആരംഭം മുതൽ, ഉദയം മുതൽ, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് മുതൽ അവിധാനന്ദം അവസാന പലക വെക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ആഗ്രഹം നിർമ്മാണം ചെയ്ത് പൂർത്തിയാകുന്നത് വരെയുള്ള കാലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെ അംഗങ്ങളാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ എന്തൊക്കെ അവിടെ ഉണ്ടാകും, എന്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഇനി വരും, വന്നാൽ അവർ എങ്ങോട്ടൊക്കെ ഇറക്കും എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വാസ്തുപദം തിരിച്ച് ഗൃഹനിർമ്മാണാദി വിഷയങ്ങളെ കാണാൻ എന്നാണ്. അപ്പൊ ഇതുപോലെ മുട്ടത്തിരിയോ ഇതുപോലെയുള്ള കോൺ ഒക്കെ വരുമ്പോഴും നമ്മൾ ആ ദോഷങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ പദകൽപ്പനാദി വിഷയങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഗൃഹത്തെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടോയ്ലറ്റ്, കിച്ചൺ, പൂജാമുറി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിനെല്ലാം നമ്മൾ നേരത്തെ തന്നെ കണ്ടിരിക്കണം. പിന്നെ അപ്പോഴപ്പോഴായിട്ട് നമ്മൾ മാറ്റി ചെയ്തുകൂടാ എന്നാണ്. ഒരു പ്ലാൻ നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തോന്നുമ്പോൾ നമ്മൾ മാറ്റാൻ നിൽക്കരുത്. കാരണം ഈ കണക്കുകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മളൊരു പ്ലാൻ വരച്ച് അല്ലെങ്കിൽ ജന്മാദ്യവിധാനന്ദം എന്ന് ആചാര്യൻ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾക്ക് ഇനി മാറ്റമില്ല എന്ന് ഡിസ്കസ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ ഒരു പ്ലാൻ, ഒരു സങ്കല്പമാണ് ഈ വിധത്തിലുള്ള ഒരു പ്ലാനിനെ ഞാനിവിടെ ഈ ഭൂമിയിലേക്ക് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. അതിന് സകല പരദേവതകളും അല്ലെങ്കിൽ ഭൂമി ദേവിയും അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളും ഈ പ്രകൃതിയും എല്ലാം നമ്മൾ അനുഗ്രഹിക്കണം എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടെയാണ് ഈ വിഷയത്തെ ചെയ്യുന്നത്.
അപ്പൊ ആ സങ്കല്പം വരുമ്പോൾ തന്നെ അതില് നീളം, വീതി, ദീർഘവിസ്താരാദികൾ എടുക്കുന്നതിന് ചില അനുപാതക്രമങ്ങളുണ്ട്. നീളം എങ്ങനെയാണ് എടുക്കേണ്ടത്, വീതി എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മാസപദം തിരിച്ചു കഴിഞ്ഞു മറ്റു ദോഷങ്ങളില്ലാതെ. അതിനുശേഷം അതിനുള്ളിൽ ആ മാസപദങ്ങളിൽ മർമ്മങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ എത്ര കോലിൽ എത്ര വലിപ്പത്തിൽ നമുക്ക് ഗൃഹനിർമ്മാണം ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയത്തെ നമ്മൾ കണ്ടു. എന്നിട്ട് പ്ലാൻ വരച്ചു. പ്ലാൻ വരച്ചിട്ട് നമ്മൾ അത് നോക്കി. അപ്പൊ മർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല, വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ നീളം എടുക്കുന്നതിനും വീതി എടുക്കുന്നതിനും ചില അനുപാതക്രമങ്ങളും ചില നിയമങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നക്ഷത്രാദി ശുഭത്വം ജ്യോതിശാസ്ത്രാദിഭി സുവിജ്ഞേയം. നക്ഷത്രങ്ങൾ നമ്മളിപ്പോ ദീർഘം എടുത്തിരുന്നാലും വിസ്താരം എടുത്തിരുന്നാലും പാകച്ചുറ്റിന് നമുക്ക് വരവ് ചെലവ് എന്താണ് നക്ഷത്രം, തിഥി, കരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നക്ഷത്രങ്ങൾ നമ്മൾ നോക്കും. ഗൃഹകർത്താവിന്റെ അല്ലെങ്കിൽ ഗൃഹകർത്താവിന്റെ എന്നല്ല, ഗൃഹവാസികളുടെ അവിടെ അന്തേവാസികളുടെ നക്ഷത്രങ്ങളുമായിട്ട് യോജിക്കുന്ന വിധത്തിലുള്ള കണക്കുകൾ നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ദീർഘവിസ്താരാദികൾക്കും ഈ പറഞ്ഞ ആകെച്ചുറ്റിന് പെരിമീറ്ററിന് വരുന്നത് പോലെ തന്നെ ദീർഘവിസ്താരാദികൾക്കും ഈ വിധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം പദയോനിയിലാണ് നമ്മളൊരു ദീർഘമോ വിസ്താരമോ സ്വീകരിക്കുന്നുവെങ്കിൽ ആ പദയോനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോലിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ആ കോലിന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണോ അതും നമ്മൾ ഇവിടെ കണ്ടിരിക്കണമെന്നാണ്. അപ്പൊ പദയോനി എന്ന് പറയുന്നത് ചുറ്റിന്റെ നാലിലൊന്നാണ്. ദീർഘത്തെയോ വിസ്താരത്തെയോ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു കോലായി വരണം എന്നാണ്. അല്ലെങ്കിൽ അപ്രകാരം നമ്മൾ കോലായി വരുന്ന വിധത്തിലേക്ക് ആ ദീർഘത്തെയും വിസ്താരത്തെയും നമ്മൾ കണ്ടുകൊള്ളണം എന്നാണ്. അപ്പൊ ആ ദീർഘത്തിനും വിസ്താരത്തിനും കിട്ടുന്ന കോലുകളുടെ നക്ഷത്രാദി വിഷയങ്ങളെയും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്ന് രഹസ്യമായി ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. നക്ഷത്രാദി ശുഭത്വം ജ്യോതിശാസ്ത്രാദിഭി സുജ്ഞേയം. അത് ജ്യോതിശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ അപ്രകാരമുള്ള വിഷയത്തെ കൂടെ കണ്ടുകൊള്ളുക എന്ന് ഒറ്റ വാക്കിൽ ആചാര്യൻ സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ നല്ലൊരു ദീർഘവിസ്താരാദികൾ നല്ല വിധത്തിലെടുത്ത് അതിന്റെ അനുപാതക്രമങ്ങൾ നല്ല വിധത്തിലെടുത്തിട്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതിനു ശേഷം അപ്പോഴപ്പോഴായിട്ട് നമ്മൾ അത് പ്ലാനിന് മാറ്റം വരുത്തുമ്പോൾ ഈ ദീർഘവിസ്താരാദികൾക്ക് വിരുദ്ധമായിട്ടോ അതിന് യോജിക്കാത്ത വിധത്തിലോ ആയി മാറാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ടാണ് പ്ലാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് മാറ്റുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഒരു പണിക്കാരനെ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗൃഹം നിർമ്മിച്ച് തീരുന്നത് വരെ അദ്ദേഹത്തെ മാറ്റാൻ പാടില്ല എന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നമ്മൾ തീരുമാനിച്ചു കൊള്ളേണ്ടതാണ്. കാരണം അങ്ങനെ വന്നാൽ കണക്കുകൾക്ക് വ്യത്യാസം വരും എന്നുള്ളതാണ്. ഒരാൾ മനസ്സിൽ കണ്ടിരിക്കുന്ന വിഷയങ്ങൾ മറ്റൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പണിക്കാരനെ പറഞ്ഞേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അദ്ദേഹം മാറി വേറൊരാൾ വരുമ്പോൾ ഇതുപോലെ വേറൊരാൾ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ കണക്കുകൾക്ക് അപജയം സംഭവിക്കും, കണക്കുകൾക്ക് ലോപം സംഭവിക്കും, അല്ലെങ്കിൽ കണക്കുകൾക്ക് വ്യത്യാസം സംഭവിക്കുകയും അത് ദുരിതപ്രദമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്രകാരമുള്ള വിഷയങ്ങളൊക്കെ, അതുകൊണ്ടാണ് ജന്മാദ്യ വിധാനന്തം തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ ഏത് പണിക്കാരനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള വിഷയങ്ങള് ആകെക്കൂടെ തന്നെ കണ്ട് മനസ്സിലാക്കി അതിന് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള വിഷയങ്ങളെ ചിന്തിക്കേണ്ടത് എന്നാണ്. അപ്പൊ ഇങ്ങനെ അനുപാതക്രമങ്ങളൊക്കെ നോക്കി പഴയ പ്രകാരം ചെയ്തിട്ട് നമ്മൾ അല്ലെങ്കിൽ പ്രകാരം ചെയ്തിട്ട് ഗുണാംശപ്രകാരം നമ്മൾ ചെയ്തിട്ട് പ്ലാനിനെ നമ്മൾ അകത്തേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഗൃഹനിർമ്മാണാദി വിഷയങ്ങളെ തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇങ്ങനെ വരുമ്പോഴും ഇതിൽ ചിന്തിക്കാനുള്ളത് ദിക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗൃഹത്തിന് അളവുകൾ എടുക്കേണ്ടത്, യോനിയെ സ്വീകരിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ദിക്കിനനുസരിച്ച് ചെയ്യുന്നത്? പ്രാച്യാം കേതുർവിധേയ സതു ഭവന വിധാനേഷു സർവത്ര ശസ്ത ശാലായാം ദക്ഷിണസ്യാം മൃഗപതിരൂത കേതു യോനിച്ച യോഗ്യ മാതംഗ കേതു സിംഹാവപിജ ധനപദോ പശ്ചിമേസ്യാം വൃഷോ അന്യേ കേതു സിംഹോ ഗജശ്യാമിച്ച നിജ നിജ കോണാലയേഷു ഏവമേവ എന്ന നിയമപ്രകാരം പ്രാച്യാം കേതുർവിധേയ കിഴക്കിനിയാണെങ്കിൽ, ഈ കിഴക്കിനി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചതുശാല സംവിധാനത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അങ്കണത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്കണത്തിന്റെ കിഴക്ക് വശത്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് വരുന്ന കിഴക്കിനി, അതിന് ഏകീകരണം സ്വീകരിക്കേണ്ടത്. അതുപോലെ തെക്കിനിയാണെങ്കിൽ എന്താണ്, സിംഹയോനിയാണ് വിധിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏകയോനി സ്വീകരിക്കാം. പടിഞ്ഞാറ്റിനിക്ക് ഏതാണ് വിധിച്ചിരിക്കുന്നത്? പഞ്ചയോനിയാണ് വിധിച്ചിരിക്കുന്നത്. അതായത് കിഴക്ക് ദർശനമായിട്ടുള്ള പടിഞ്ഞാറ്റിനിക്ക് പഞ്ചയോനിയാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ അത് സാധിച്ചില്ല എങ്കിൽ മറ്റുള്ള യോനികളെ യുക്തിപൂർവ്വം സ്വീകരിച്ചു കൊള്ളാം. അവിടെയും യുക്തിയാണ് നമുക്ക് വേണ്ടത്, യുക്തിപൂർവ്വം സ്വീകരിച്ചു കൊള്ളാം. ഇനി വടക്കിനിക്ക് ഗജയോനിയാണ് വിധിച്ചിട്ടുള്ളത്. അത് സാധിച്ചില്ലെങ്കിൽ ഏകയോനിയോ സിംഹയോനിയോ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അതും നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ടാണ്. ഇത് മാത്രമല്ല, ഈ ആചാര്യവർണ്ണ വിഷയങ്ങളിൽ പറയുന്നത് എന്താണ്, മറ്റുള്ള വർണ്ണങ്ങളുടെ ധർമാചാരണത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് അതിന്റെ യോനിയെ സ്വീകരിക്കാൻ, ദിക്കിനനുസരിച്ച് യോനിയെ സ്വീകരിക്കാൻ എന്നാണ്. അപ്പൊ
ആ വ്യക്തിയുടെ ധർമാചരണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണ് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ നല്ല വിധത്തിൽ ചോദിച്ച് മനസ്സിലാക്കി അതിനും ദിക്കിനും വിരുദ്ധമല്ലാത്ത എന്ന് വെച്ചാൽ രണ്ടിനും അനുയോജ്യമായ വിധത്തിൽ ആ വസ്തുവിന്റെ രീതിക്കനുസരിച്ച് ചുറ്റുമുള്ള അന്തരീക്ഷം, അതായത് ഈ വസ്തുവിന്, ഈ പ്ലോട്ടിന് ചുറ്റുമുള്ള അന്തരീക്ഷങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഈ വസ്തുവിന് ദോഷങ്ങൾ എന്തെങ്കിലും വരുന്നോ, മാർഗവേദം വരുന്നോ, മുട്ടതിരി വേദം വരുന്നോ, ക്ഷേത്രങ്ങളിലെ വേദങ്ങളുടെ ദോഷങ്ങൾ വരുന്നോ, ശ്മശാനത്തിന്റെയോ സഭകാവുകളിലെ ദോഷങ്ങൾ വരുന്നോ, അല്ലെങ്കിൽ ജലാശയ സംബന്ധമായിട്ടുള്ള ജലാശയം, ആ പ്ലോട്ടിലുള്ള ജലാശയങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, കിണർ കുളമോ അല്ലെങ്കിൽ പരിസരങ്ങളിൽ എവിടെയൊക്കെയുണ്ട്, അത് നമ്മൾ ഈ ഗൃഹം നിർമ്മിക്കുമ്പോൾ ദോഷമായിട്ട് വരുമോ എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി ദിക്പ്രധാനമായിട്ട് നമ്മൾ ഗൃഹനിർമ്മാണ വിഷയങ്ങൾ ചെയ്യണം എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? മെർലിൻ, പ്രമാനന്ദ് സാറൊക്കെ ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയൂ, നമുക്കിതെങ്ങനെ ചെയ്യാം? പടിഞ്ഞാറ് ദർശനത്തിൽ ചെയ്യണത് തന്നെ നല്ലത്. നമ്മുടെ ബിൽഡിംഗ് റൂൾ ആണെങ്കിലും എന്തുകൊണ്ടും അല്ലെങ്കിൽ നമ്മള് സൗത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ സൗത്തിലും 3 മീറ്റർ വിടാനുള്ള ഗ്യാപ്പ് കൂടി ഇല്ലല്ലോ. അതുകൊണ്ട് പടിഞ്ഞാറ് ദർശനത്തിൽ ഇവർക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീൻസ് ആ ഒരു കൺസെപ്റ്റ് ആൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ? ഒരു മാക്സിമം സ്പേസ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് 1200 ആ റേഞ്ച് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാകുമ്പോ ഈ പറഞ്ഞ പോലെ പടിഞ്ഞാറിന്റെ കണക്കെടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഏകദേശം 8 മീറ്റർ ഒക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിട്ട് എന്നൊക്കെ പറയുന്നത്. നോക്കി 8 പകരം ബാക്കിൽ 1070 ഉള്ളൂ. അതിൽ 1.5 മീറ്റർ നമ്മൾ വഴിക്ക് വിടണ്ടേ? 1070 നമ്മള് 1.5-2.5 പോകുന്നുണ്ട് നമ്മുടെ കയ്യിന്ന്. അപ്പൊ 8 ബാക്കി വരുന്നത് അത്രയും കിട്ടില്ല. ഓക്കെ, കട്ടിങ് നടുക്കില് വരുന്നുണ്ടല്ലേ? കട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു 6.5 മീറ്റർ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ എന്റെ ക്കുമ്പോഴത്തേക്ക് 6.5 മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഈ തുടക്കത്തില്, അതായത് ഈ ഭാഗത്ത് നമുക്ക് ഒരു 7.5 നിങ്ങൾ പറഞ്ഞ കണക്ക് 7.5 ഏതാണ്ട് ഇത്രയും ദൂരത്തിൽ നമുക്ക്. അപ്പൊ അത് വെച്ചിട്ട് ഇവരിപ്പോ ഒരു ഡ്രോയിങ് ആൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം ആ ഡ്രോയിങ്. ഇതാണ് അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡ്രോയിങ്. അപ്പൊ ഈ ഡ്രോയിങ്ങിന്റെ എന്തെങ്കിലും കുറവുകളും കൂടുതലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡ്രോയിങ് ഒന്ന് നോക്കൂ. ഈ ഡ്രോയിങ് ആണ് ഇവർ ആദ്യം പ്രിപ്പയർ ചെയ്തത്. ഇത് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയാം. ഈ ഡ്രോയിങ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ക്യാറ്റ് ഡ്രോയിങ്. അപ്പൊ അതിലിവിടെ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് കൂടുതൽ വിസ്താരം കൊടുത്തു, അതിനുശേഷം ഇങ്ങനെ കൊടുത്താണ് ഇവരിപ്പോൾ ഡ്രോയിങ് തയ്യാറാക്കി. അപ്പൊ ഈ ഡ്രോയിങ് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാനാണ് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. കട്ടിങ് മാക്സിമം ഒഴിവാക്കി ചെയ്യണത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് പ്ലോട്ട് കണ്ടീഷൻ അനുസരിച്ച് കട്ടിങ് കൊടുക്കുമ്പോൾ ചുറ്റളവ് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ കട്ടിങ് വരുമ്പോൾ നമ്മൾ ചതുരാക്കുന്നതിന് വേണ്ടിയിട്ട്
നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് പ്രൊജക്ഷൻ കൊടുത്തിട്ട് അങ്ങനെ അത് ചതുരാക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ ചുറ്റളവ് നോക്കുക എന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ വാസ്തുവില്. സാർ എനിക്ക് തോന്നുന്നു, ഞാൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പറഞ്ഞോളൂ, ധൈര്യം അതെ, പറഞ്ഞോളൂ. ഇല്ല അത് ഒരുപക്ഷെ ഇവിടുത്തെ പിന്നെ ഒരുപാട് സൈറ്റ് പരിമിതികൾ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ക്ലയന്റിന്റെ ഒരു ആവശ്യമാണ്. അപ്പം മറ്റു പോംവഴി ഇല്ല എങ്കിൽ 2 കണക്കായിട്ട്, ഒന്ന് സ്ഥായി ഗൃഹം ഉപാലയം എന്നുള്ളൊരു രീതിയിലെ ഒരു കണക്ക് പോലെ കണ്ടിട്ട് അവിടെ 2 ഉത്തരച്ചുറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ ഒരു ഡിസൈൻ തയ്യാറാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പക്ഷെ പ്രായോഗികമായിട്ടുള്ളൊരു രീതി. ഓക്കെ, വേറെ വിജയലക്ഷ്മി അഭിപ്രായം പറഞ്ഞു. സർ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മളിപ്പോ ഈ കേസിൽ നമുക്ക് എങ്ങനെ വാസ്തുഗണ്ഡം അല്ലെങ്കിൽ കളവരമ്പ് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നത്? ഇതിലിപ്പോ സ്ഥലമില്ലല്ലോ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പടിഞ്ഞാറിന്റെ കണക്കില് ഇപ്പോ ചതുരത്തിന്റെ സമചതുരം നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് ചതുരം പ്രിഫർ ചെയ്തിട്ട് കൊടുക്കാൻ ഈ പ്ലോട്ടിൽ നമുക്ക് പറ്റുമോ? പറ്റുമെന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ നാഗപൃഷ്ഠം എന്ന് പറഞ്ഞ ഒരു ഇത് പറഞ്ഞുവല്ലോ, അങ്ങനെയൊരു ശരിക്കും ഒരു അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണോ സത്യത്തിൽ? അങ്ങനെ ഒരു ഷേപ്പ്, ഇപ്പം ഗോമുഖി നാഗപൃഷ്ഠം എന്നൊക്കെ പറയുന്ന ഒരു ഷേപ്പ് തന്നെ നമ്മളത് തീരെ അനുകൂലമല്ലെങ്കിൽ പിന്നെ നമുക്ക് എത്രമാത്രം അതിനകത്ത് വാസ്തു നോക്കാൻ പറ്റുന്നുള്ളതാണ്. വിജി സാറേ, മറുപടി പറഞ്ഞോളൂ. ഭൂമി കണക്ക് പ്രകാരം നാഗപൃഷ്ഠം തന്നെയാണല്ലോ ഭൂമി. നാഗപൃഷ്ഠത്തില് വീട് വെക്കുമ്പം വീട് നാഗപൃഷ്ഠത്തിൽ വരികയല്ലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ അത് ഒഴിവാക്കണമെന്ന് ആചാര്യം പറഞ്ഞത്. ഇവിടെ ഇപ്പം നമ്മുടെ നാഗപൃഷ്ഠത്തിലുള്ള ഭൂമിയേ ഉള്ളൂ. ആ ഭൂമി മാറ്റി വാങ്ങിക്കാൻ പറഞ്ഞാൽ അവർക്ക് മാറ്റി വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഒരു കാര്യം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് ഭൂമി വളരെ ദുർലഭമായിട്ടും ലേശമായിട്ടേ കിട്ടത്തുള്ളൂ. അതിനകത്തൊക്കെ നമുക്ക് ശാസ്ത്രത്തെ എത്രത്തോളം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശാസ്ത്രം പഠിച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നിയമം ഇവിടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ നിയമം അനുസരിക്കാമെന്ന് നോക്കുക. അവിടെ നാഗവൃക്ഷത്തിന്റെ ദോഷം മാറ്റാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? നാഗവൃക്ഷത്തിന്റെ ദോഷം മാറ്റാൻ 2-3 സംവിധാനം ഞാൻ പറഞ്ഞില്ലേ. ഒന്ന്, കൃത്യമായ മധ്യത്ത് ദിക്ക് തിരിച്ചിട്ട് ആ മധ്യത്ത് നിന്ന് വിസ്താരത്തിന്റെ പകുതി ഇരുവശങ്ങളിലേക്ക് എടുത്ത് സമചതുരം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ആ കിട്ടിയ വിസ്താരത്തിന്റെ 4 കൂട്ടിച്ചേർത്തിട്ട് അടുത്തൊരു ഭൂമി ഉണ്ടാക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഏകയോനിൽപ്പെട്ട ഒരു നല്ല കണക്കെടുത്തിട്ട് അത് പാദാധികം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് ദീർഘവിസ്താരാദികൾ കണ്ട് എന്നിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഒരു വീട് വെക്കുക. ഇവിടെ എങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യാലയങ്ങൾക്ക് വിസ്താരത്തിന്റെ 2 ഇരട്ടിയിലധികം വരുന്നത്, 2 ഇരട്ടിയിലധികം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിസ്താരത്തെ ദീർഘത്തെ വിസ്താരം കൊണ്ട് ഭാഗിക്കുമ്പോൾ ഡിവൈഡ് ചെയ്താൽ 2.25 അല്ലെങ്കിൽ 2.25 ശേഷം വരുന്നത് അത്ര ഗുണം ചെയ്യലെന്ന് പറഞ്ഞാൽ കണക്കിന് അവിടെ പ്രയോജനമില്ല എന്നുള്ളതാണ്. അത് ഈ മനുഷ്യാലയങ്ങൾക്കാണ്, മനുഷ്യൻ വസിക്കുന്ന മറ്റ് നിർമ്മാണങ്ങൾക്കൊന്നുമല്ല. ക്ഷേത്രത്തിൻ്റെതാകുന്ന മറ്റവസ്ഥകളിലേക്കൊന്നും ഇതൊന്നും ബാധകമല്ല. അതും കൂടെ ഓർത്തിരിക്കേണ്ടതാണ്. അല്ല ക്ഷേത്രത്തിന്റെ അളന്നിട്ട് അത് അങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ നാഗപൃഷ്ഠം എന്നുള്ള സംഗതിയെ മാക്സിമം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് നല്ലൊരു വാസ്തുപദം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കിട്ടുന്നത് നമ്മുടെ ബിൽഡിംഗ് റൂള്
അതിനനുസരിക്കണം. അത് പ്രകാരം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാകുന്ന ഒരു വാസ്തുപദം, ഏകയോനിയിൽപ്പെട്ട ഒരു വാസ്തുപദം ക്രിയേറ്റ് ചെയ്യുക. വാസ്തുപദത്തിന്റെ ദീർഘവിസ്താരാദികൾ തമ്മിലുള്ള അനുപാതം പാദാധികത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും അതിന്റെ പദയോനിക്രമത്തിൽ വിസ്താരവും ദീർഘവും കണ്ടുപിടിക്കുകയും ചെയ്താൽ അതിനകത്ത് ഈ പറഞ്ഞ സമ്പ്രദായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്ഥായി ഗ്രഹം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, സ്ഥായി ഗ്രഹം ഉണ്ടാക്കുകയും ആ സ്ഥായി ഗ്രഹത്തിൽ നിന്ന് മുന്നോട്ട് തള്ളിറക്കി അടുത്ത പര്യന്ത ചുറ്റ്, അതായത് മൊത്തത്തിലുള്ള ചുറ്റ് കൃത്യപ്പെടുത്തുകയും ചെയ്തിട്ട് എവിടെയൊക്കെ അടുക്കള വേണം, പ്രധാന മുറി വേണം, മറ്റേ ശൗചാലയം വേണം എന്നൊക്കെ മുൻധാരണയോടുകൂടി പ്ലാൻ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ നമുക്കിപ്പം അവർക്ക് ഈ വസ്തുവേ ഉള്ളൂ, ഇവിടെ തന്നെ വീട് വെക്കണമെന്ന് പറഞ്ഞാൽ അത് വെച്ചു കൊടുക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ആപൽഘട്ടം എന്ന് പറയുന്നത്. ഈ ആപൽഘട്ടം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞില്ലേ, എന്താണ് ഈ ആപൽഘട്ടം? അത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ആപൽഘട്ടമാണ്. ഇവിടെ വാസ്തു നിയമങ്ങളെല്ലാം അനുസരിക്കാൻ പറ്റില്ല. വസ്തു ചെറുതാകുന്നതനുസരിച്ച് വാസ്തു നിയമങ്ങളുടെ പ്രാധാന്യം കുറയും. പിന്നെ എന്താണ്, ഗ്രഹത്തിന്റെ മധ്യവും വാസ്തുവിന്റെ മധ്യവുമായിട്ട് ഒരു സെന്റിലാണെങ്കിൽ തന്നെ നമുക്ക് ഗമിപ്പിക്കാമല്ലോ. ഗമിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ആകെ വസ്തുവിന്റെ ഈശത്തിലോ നിർതിയിലോ അല്ലെങ്കിൽ വായുവിലേക്കോ ലേശം കയറിയാലും വിരോധമില്ല. ഏതായാലും അഗ്നിയിലേക്ക് കയറുന്നതിനോട് ഒരാചാര്യനും ഒരു ഗ്രന്ഥങ്ങൾക്കും താല്പര്യമില്ല എന്ന് മാത്രമല്ല അത് സർവത്ര വിനാശനമെന്ന് ശ്ലോകത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇത് തന്നെയാണ്, ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ പ്ലാനിനനുസരിച്ച് ഒരു വാസ്തുപദം ക്രിയേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഈ പ്ലാൻ അവിടെ കൃത്യമായിട്ട് നിൽക്കും, നമ്മുടെ ബിൽഡിംഗ് ഗ്രൂപ്പ് പ്രകാരം നിൽക്കുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു വാസ്തുപദം ക്രിയേറ്റ് ചെയ്യുകയും ആ വാസ്തുപദത്തിൽ ഈശത്തിലേക്കോ നിർതിയിലേക്കോ ഈ ഗ്രഹം ഗമിച്ചിരിക്കുകയും വേണം. അത്രമാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഇത് ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, ഈ സ്ഥായി ഗൃഹത്തിനും ഉപാലയത്തിനും തമ്മിൽ എന്തെങ്കിലും അനുപാതം ഉണ്ടോ? അങ്ങനെ അതായത് സ്ഥായി ഗൃഹം പറയും അതിന്റെ ഒരു ആനുപാതികമായിട്ട് അത് ഇത്ര ഇതിനകത്ത് കൂടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും അളവുണ്ടോ സാർ? സ്ഥായി ഗ്രഹത്തിന്റെ വിസ്താരം, സ്ഥായി ഗ്രഹം എന്ന് പറയുന്നത് തായ്പുരയാണ്. അതായത് അമ്മഗ്രഹം എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. ആ അമ്മഗ്രഹത്തിന്റെ വിസ്താരത്തിനേക്കാൾ കൂടുതലായിട്ട് മുന്നോട്ടുള്ള ഇറക്കുകളൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിസ്താരത്തിന്റെ പകുതിയാണ് ഇതിന്റെ കൂർച്ചം എന്ന് പറയുന്നത്. ആരുടെ ഉണ്ടാക്കുമ്പോൾ വിസ്താരാർത്ഥമാണ് കൂർച്ചമായി വരുന്നത്. ആ വിസ്താരാർത്ഥത്തിന്റെ കൂർച്ചം കൊണ്ടുണ്ടാക്കുന്നതായ ഉയരത്തിൽ നിന്ന് താഴ്ന്നു നിൽക്കണം മറ്റ് മുന്നോട്ടുള്ള ഇറക്കുകളെല്ലാം. അതുകൊണ്ടാണ് സ്ഥായി ഗ്രഹത്തിന്റെ തായ്പുരയുടെ വിസ്താരത്തിനേക്കാൾ, അതായത് വീതിയേക്കാൾ കുറവായിരിക്കണം മുന്നോട്ടുള്ള ഇറക്കുകൾ. മുന്നോട്ട് അങ്ങനെ ഇറക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്താണ് വിസ്താരം? ഒരു 4 മീറ്ററുള്ള ഒരു വീടും 6 മീറ്ററും ദീർഘവുമുള്ള ഒരു വീടാണെന്ന് കരുതുക. കണക്ക് കൂട്ടി നോക്കിയിട്ട് അത് തെറ്റാണെന്ന് പറയരുത്, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. 6 മീറ്റർ വീതിയും 4 മീറ്റർ നീളവുമുള്ള 6 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമാണെന്ന് കരുതുക. എന്നാൽ ഇതിന്റെ മുന്നോട്ട് അടുത്ത കണക്കിലേക്ക് ഇറക്കേണ്ടത് ഈ 4 മീറ്റർ വരാൻ പാടില്ല. അപ്പൊ അതൊരു 3.5 മീറ്റർ ആക്കാം. 4 3 7.5 മീറ്റർ. 7.5 മീറ്ററിന്റെ മധ്യത്തൂടെ 3.75 ആയിരിക്കും ഇറക്കിയതിന്റെ ഉൾപ്പെടെയുള്ള സൂത്രം കടന്നു പോകുന്നത്. അപ്പോഴത് ഭിത്തിയിൽ വരത്തില്ലല്ലോ, മധ്യത്ത് വരുന്ന ഭിത്തിയിൽ വരില്ല. അതും കൂടെ ഇവിടെ ആചാര്യൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഈ ശാസ്ത്രത്തിൽ ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതല്ല, അതല്ലാതെ കിട്ടുന്നതാണ്. അത് വേറെ സംഗതികളുടെ ഭാഗമായിട്ട് വരുന്ന വിസ്താരത്തിന് പകുതിയാണ് കൂർച്ചമായിട്ട് വരുന്നത് കൊണ്ട് ആ തായ്പുര ഉയർന്നു നിൽക്കുകയും ആ തായ്പുരയിൽ നിന്ന് ബന്ധിപ്പിച്ച് മുന്നോട്ട് ഇറക്കുന്നതൊക്കെ വിസ്താരത്തിനേക്കാൾ കുറഞ്ഞ വിസ്താരത്തിൽ മുന്നോട്ട് ഇറക്കുകയും അതൊക്കെ തന്നെ നല്ല കണക്കുകളിലേക്ക്, വൈരുദ്ധ്യമില്ലാത്ത കണക്കുകളിലേക്ക്, തായ്പുരയ്ക്കുമായിട്ട് വഴക്കിടാത്ത കണക്കെന്ന് പറഞ്ഞാൽ എന്താ? തായ്പുര ഗജയോനിയാണെന്നുണ്ടെങ്കിൽ അടുത്ത കണക്ക് യതി നികടകഥാ യോനി ഭേജാച്ച യോഗ്യ എന്ന ആചാര്യം പറയുന്നുണ്ടെങ്കിലും ഗജയോനിയുടെ കൂട്ടത്തിൽ തായ്പുര ഗജയോനിയാകുകയും മുന്നോട്ടുള്ള ഇറക്ക് വരുമ്പോഴത്തേക്ക് അത് സിംഹയോനിയിലും വന്നാൽ അത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ നിന്നും കിട്ടില്ല, അതൊരു പുസ്തകത്തിലും പറയുന്നതല്ല. അങ്ങനെയുള്ള ഒരുപാട് അലിഖിതവും നമ്മുടെ യുക്തി കൊണ്ട് വിശേഷിച്ചും വേർതിരിച്ചും എടുക്കേണ്ടതായ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ കൂടെ നമുക്ക് പരിഗണനയ്ക്കെടുത്ത് വേണം ഇതുപോലുള്ള സംഗതികളിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഏതായാലും ബിൽഡിംഗ് റൂളിന്റെ പ്രാധാന്യം തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ശരി സാർ. ഓക്കെ.
സാർ അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ടോട്ട് എടുക്കുന്ന ഉപാലയത്തിന്റെയും കൂടിയും ചേർത്തിട്ടുള്ള ആ, സൂത്രങ്ങളിലെ കൺസിഡർ ചെയ്യേണ്ട കേസ് ഉണ്ടോ? ശരിക്കും സ്ഥായിയുടെ മാത്രം നോക്കിയാൽ മതിയില്ലേ മെയിൻ ആയിട്ട്? ഈ തായ്പുരയുടെ ഭാഗമായിട്ടല്ലേ മറ്റു ഉപാലയം എന്ന് പറഞ്ഞാൽ തായ്പുരയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതല്ലല്ലോ. അല്ല തായ്പുരയോട് അത് കൂടി ചേർന്നിട്ട് അത്രയും സർ ഉയരത്തിലല്ലാതെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. തായ്പുരയുടെ വിസ്താരത്തിനേക്കാൾ കുറച്ച് വിസ്താരമാണ് വരുന്നതെങ്കിൽ സൂത്രം കൃത്യമായിട്ട് ഭിത്തിയിൽ കൂടെ പോകത്തില്ലല്ലോ. ഭിത്തിയുടെ ഈ ഭിത്തി മധ്യത്ത് വരാതിരിക്കുക എന്നുള്ളതല്ലേ അതിന്റെ നിയമം എന്ന് പറയുന്നത്. അതെ ഇതിലെ തായ്പുരയുടെ കൂടെ ഉപാലയം ഇറക്കിയാൽ ആ വിസ്താരവും ദീർഘവും കൂടെ വരുമ്പോഴത്തേക്ക് ആ ദീർഘം വരുമ്പോൾ, അല്ലെങ്കിൽ വിസ്താരത്തിലാണ് ഉപാലയം ഇറക്കുന്നതെങ്കിൽ അതും കൂടെ വരുമ്പോൾ ദീർഘത്തിൽ മധ്യത്തിൽ ഭിത്തി വരാതിരിക്കുക, അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. പരിഗണിക്കാതിരിക്കാനൊന്നും പറ്റില്ല, പരിഗണിക്കേണ്ട വിഷയം തന്നെ. കാരണം വേർപെട്ട് ചെയ്യുന്നതല്ല, അത് ഒരുമിച്ച് ഒറ്റ കണക്കിലാക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. തായ്പുര കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ഇറക്കും 37/16 കൂടെ 2/16 കൂടെ വെച്ചാൽ 37/16 ഒരു സ്ഥായി ഗ്രഹമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുന്നോട്ട് 2/16 കൂടെ വെച്ചാൽ അടുത്ത ഏകയോനിയായ ഏത് കിട്ടും? 40/8 കിട്ടും. അപ്പൊ ഈ 40/8 43 45/16 എടുത്താൽ, ഇപ്പൊ 8 കോൽ എടുത്താൽ 45/16 കിട്ടും അല്ലെ? 37/16 കൂടെ 8 കോല്, അതായത് 4 കോൽ വീതം മുന്നോട്ട് ഇറക്കിയാൽ എന്ത് കിട്ടും? 45/16 കിട്ടും. ഈ 45/16 ഏകയോനിയാണ്, 37/16 ഏകയോനിയാണ്, 40/8 ഏകയോനിയാണ്, 43 ഏകയോനിയാണ്. ഏകയോനിയിൽപ്പെട്ട കണക്ക് ഏകയോനിയുമായിട്ട് തന്നെ യോജിച്ചു വരുമ്പോൾ അത് ഒറ്റ കണക്കായിട്ട് മാറുന്നു. യഥാർത്ഥത്തിൽ തായ്പുര ഉയർന്നു നിൽക്കുകയും ഇതിന്റെ മുന്നോട്ട് ഇറക്കിയിരിക്കുന്ന ഉപാലയം എന്നുള്ളതല്ല അവിടെ വരുന്നത്. അത് മൊത്തത്തിൽ ആ ഗൃഹത്തിന്റെ പര്യന്തത്തിലേക്ക് നല്ല കണക്കിലേക്ക് വരുത്തിയിട്ട് അതിന്റെ മധ്യത്തൂടെ ഒരു ഭിത്തി വന്നാൽ അവിടെ സൂത്രം ബ്രേക്ക് ചെയ്യത്തില്ലേ? അതങ്ങനെ പറ്റില്ലല്ലോ. ക്ലിയർ ആയോ? അതായത് നമ്മുടെ ഉപാലയം കൂടി ചേർത്തിട്ട് നമ്മള് സൂത്രം കൺസിഡർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞെങ്കിൽ അവിടെ ഭിത്തി വരുമ്പോ അത്, അതായത് അതാണ് ചോദിച്ചത്, സ്ഥായിയുടെ മാത്രം നോക്കിയാൽ മതിയില്ലേന്ന്. അതായത് ഉപാലയത്തിന്റെ കണക്കും എല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ ഉപാലയത്തിനെ സൂത്രം കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഉപാലയം എന്ന് പറയുന്നത് നമ്മൾ കേവലം ഒരു ഉപാധിയായിട്ട് പറഞ്ഞേ ഉള്ളൂ അല്ലെ? ഒരു ഉപാധിയായിട്ട് പറഞ്ഞേ ഉള്ളൂ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഉപാലയം എന്നുള്ള പദം അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. ഉപാലയം അല്ലത്. യഥാർത്ഥത്തിൽ ഇതിന്റെ കൂട്ടിക്കെട്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? അതായത് തായ്പുരയിൽ നിന്ന് കൂട്ടിക്കെട്ടി അടുത്ത കണക്കിലേക്ക് കൊണ്ടുപോകും. ഉപാലയം മീൻസ് എന്ന് പറയുന്നത് വേറെ മറ്റൊരു ഭാഗത്തേക്ക് ഇതിനകത്ത് മുട്ടാതെ നിൽക്കുന്ന ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു വന്ന് ഉപാലയം എന്നാകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അതൊരു കൂട്ടിക്കെട്ടാണ്. മാതൃശാലയിൽ നിന്ന് ഉള്ള മുന്നോട്ടുള്ള ഇറക്കുകളെല്ലാം കൂട്ടുകെട്ടുകളാണ്. ആ കൂട്ടുകെട്ടുകൾ യതി നികടകഥാ യോനി ഭേദാച്ച യോഗ്യ എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും യോനിഭേദം കൂടാതെ അടുത്തുള്ള യോനിയിലേക്ക് സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും വിരുദ്ധമായ യോനികളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ അവർ തമ്മിൽ കലഹം ഉണ്ടാകുമെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. 2, വിസ്താരത്തിനേക്കാളും കൂടിയ വിസ്താരത്തിനേക്കാൾ തായ്പുര കൽപ്പിച്ചിട്ട് അത് ആരൂഢം അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുകയും അതിന് മുന്നോട്ടിറക്കുന്നത് ഒന്നുകിൽ കോൺക്രീറ്റോ അല്ലെങ്കിൽ ഷീറ്റോ മാത്രമാക്കുകയും ചെയ്താൽ, അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ മധ്യത്തിൽ ഭിത്തി വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സാർ മദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ഉപാലയം കൂടി ചേർത്തിട്ടുള്ള മദ്യത്തിന്റെ കേസല്ലല്ലോ ഉദ്ദേശിച്ചത്? അതെ, ആകെ വരുന്ന ദീർഘത്തിന്റെ പകുതി. ആണോ? ഓക്കെ. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. പോലെ തന്നെ. തീർച്ചയായിട്ടും. ഓക്കെ സാർ. അതിനുവേണ്ടിയാണ് ആചാര്യൻ അന്നേ പറഞ്ഞത് വിസ്താരത്തിനേക്കാളും, അതായത് തായ്പുരയുടെ വിസ്താരത്തിനേക്കാളും കൂട്ടി മുന്നോട്ടിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനകത്ത് ഇതുപോലെ അന്തർലീനമായിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് തന്നെയല്ല ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഗൃഹാണാം ദ്വാരമധ്യം തൂണം ഏകൈകം പരിവർജയിൽ. ഗൃഹത്തിന്റെ മധ്യത്ത് വാതിൽ വെച്ചിട്ട് ആ വാതിലിന്റെ മധ്യത്ത് ഒരു ഒറ്റ തൂണ് വരുന്നത് വർജിക്കണം. തൂണം വിഘ്നേഷ ശ്രേഷ്ഠം. തൂണുകൾ ഇരട്ടപ്പെട്ട് വരുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ 2 തൂണ് അവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണോ? അല്ല. ഒരു കോണ്ടക്സ്റ്റ് ആണ്, ഒരു പ്രകരണമാണ്. അല്ല, ആ സാധനം 2 തൂണ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആകെ നീളത്തിനെ ഭാഗിച്ചിട്ട് നമ്മൾ 2 തൂണാവും. അപ്പൊ ഇത് മധ്യത്തിൽ നിന്ന് മാറും. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഒരു സംശയം കൂടെ സർ. ഈ കണക്കുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഒരു മുറിയുടെ അകത്തെ കൂടി മുറിയെ ഭാഗിക്കുന്ന രീതിയിൽ നമുക്ക് അതിന്റെ ഉത്തരത്തിന്റെ കണക്ക് ഒപ്പിക്കാൻ പറ്റുമോ? അതായത് ഏതെങ്കിലും തരത്തിൽ ബീം കൊടുത്തിട്ടോ? ഞാനത് ജസ്റ്റ് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ശാസ്ത്രീയമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഒരു തരത്തിലും ഇതിന്റെ
മുഴുവനായിട്ടുള്ള കണക്കുകൾ കിട്ടുന്നില്ല, ഒരു നല്ലൊരു കണക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല സ്ഥലപരിമിതി കൊണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം വലിയൊരു ദീർഘമായിട്ടുള്ളൊരു അളവിലാണ് ഇവരുടെ കോമൺ റൂം അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമോ അങ്ങനെ എന്തെങ്കിലും ഒരു റൂം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആ മുറിയെ ഒരു ഭാഗികമായിട്ട് അതിന്റെ ഈ കണക്ക് ഒപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ സ്വീകരിക്കാറുണ്ടോ? അങ്ങനെ സ്വീകരിക്കാറുണ്ട്. പക്ഷെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. മുന്നോട്ടുള്ള പോക്കുകൾക്കൊക്കെ വളരെ ഉപകരിക്കുക. കിടപ്പുമുറിയിൽ അത് പാടില്ല കേട്ടോ. കിടപ്പുമുറിയിൽ അത് പാടില്ല. കുറച്ച് അടുക്കളയിൽ സ്വീകരിച്ചാലും വിരോധമില്ല, ഹാളിൽ സ്വീകരിച്ചാൽ വിരോധമില്ല, പഠനമുറിയിൽ സ്വീകരിച്ചാൽ വിരോധമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കിടപ്പുമുറി നീളവും വീതിയുമായിട്ട് കിടക്കുന്ന ഒരു മുറിയുടെ അകത്ത് അതിനകത്ത് മുകളിൽ വെറുതെ ഒരു എന്താ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബീം അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അത് ഇത്രയും സ്ഥലമേ ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു സംഗതിയിൽ കിടപ്പുമുറി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആചാര്യവചനമുണ്ട്. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ചപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കിടപ്പുമുറിയല്ല, അത് കിടപ്പുമുറിയുടെ പ്രാധാന്യം തന്നെയാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്നുള്ളത്. കിടപ്പുമുറിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. കിടപ്പുമുറിക്കാണ് നല്ല പ്രാധാന്യം അല്ലേ? ഒരാളിന്റെ എല്ലാ തരത്തിലുമുള്ള എല്ലാ സംഗതികളെയും നിയന്ത്രിക്കുന്ന എല്ലാം കൃത്യമായ ഉറക്കമാണ്. ആ ഉറക്കത്തിൽ നിന്ന് മാത്രമേ ഒരാളിന് കൃത്യമായി നല്ല രീതിയിൽ ഉണർന്നു വന്നാൽ ദിവസത്തിൽ പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോകുന്നത് രോഗമില്ലാതാകുന്നത് പോലും അതിനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കിടപ്പുമുറിക്കുള്ള പ്രാധാന്യം മറ്റൊരു മുറിക്കും ഇല്ലാത്തത് കൊണ്ട് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് കൊണ്ടും അവിടെ ആയിരിക്കും നമ്മുടെ വിശ്രമം ഉണ്ടാകേണ്ടത് കൊണ്ടും ആ വിശ്രമം മൂലമാണ് നമുക്ക് പോസിറ്റീവ് കിട്ടേണ്ടതുള്ളത് കൊണ്ടും കിടപ്പുമുറിയെ സംബന്ധിച്ചിടത്തോളം മുകളിൽ ബീം കൊടുത്തിട്ട് അവിടെ തിരിക്കാവുന്ന നോക്കണ്ട. മറിച്ച് നമ്മുടെ ഇരുപ്പ് മുറികളോ സ്വീകരണ മുറികളോ അടുക്കള ആയാലും കുഴപ്പമില്ല. ഇടയ്ക്ക് ഉത്തരത്തിന് പകരം ബീമോ അല്ലെങ്കിൽ ഉത്തരമോ ഇട്ടൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഉത്തരവും സംഗതികളും ഒക്കെ ഒരു 4 കെട്ടിനെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ കിടപ്പുമുറിയിൽ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ചെയ്ത് ഉണ്ടാവാം, പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് നിയമമില്ല. കിടപ്പുമുറി ചെയ്യണ്ട എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെയാണ്. ഇതാണ് കാരണം. അതിനൊരു നിയമം, അതിനൊരു കാരണമുണ്ട്. ശരി സർ, വ്യക്തമായി. ശരി ശരി, വ്യക്തമായി സർ, താങ്ക് യു. ഓക്കെ. സർ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോടെ. നമ്മളിപ്പോ ഇപ്പൊ ഒരു വർക്കായിരുന്നു, ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈലിൽ പണിയുന്ന ടൈമില് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിള്, അതിന് ചുറ്റും വരാന്ത പോവുക, അതും ഫുള്ളി റെക്ടാങ്കിൾ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനെ കവർ ചെയ്തിട്ട് ഒരു 4 അടിയിൽ ഫുള്ള് ആ ഒരു റെക്ടാങ്കിളിന് ചുറ്റും വരാന്ത പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ അതിനോട് ചേർന്നിട്ട് അവർക്ക് പൂമുഖം ഉണ്ട്, ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടും ഒക്കെ ആയിട്ട് പൂമുഖം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ നമ്മൾ കണക്ക് നോക്കുന്ന ടൈമില് ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള റെക്ടാങ്കിളിനും പിന്നെ അതുപോലെ തന്നെ അതിന് കണക്കിട്ടു, പിന്നെ മറ്റേ ഉപാലയങ്ങൾ ചേർത്തിട്ടുള്ളതിന് അടുത്ത കണക്കിട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ ഞാൻ അതിന്റെ ഉള്ളിലത്തെ വേറൊരു റെക്ടാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് വേറെ കണക്കൊന്നും നോക്കണ്ടല്ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിന് കണക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ഫസ്റ്റ് ഒരു റെക്ടാങ്കിൾ, ആ റെക്ടാങ്കിളിനുള്ളിലാണ് ബെഡ്റൂംസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിന് ചുറ്റും വേറൊരു റെക്ടാങ്കിൾ ഉണ്ട്, അതാണ് ഫുള്ളി അവര് റൗണ്ട് ചെയ്ത് നടക്കുന്ന വരാന്തയാണ്. പിന്നെ അതിനോട് ചേർത്ത് പൂമുഖങ്ങളാണ് വരുന്നത്, സൈഡിലോട്ട് ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടൊക്കെ ആയിട്ട് പൂമുഖങ്ങളാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ വരാന്ത ചേർത്തിട്ടുള്ളതിന് അത് ഇപ്പോ സ്ഥായിയായിട്ട് കൺസിഡർ ചെയ്ത് അതിനൊരു കണക്കിട്ട് കൊടുത്തു. പിന്നെ അതിനോട് ചേർത്തിട്ടുള്ള ഉപാലയങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട് അതിനൊരു കണക്കിട്ട് കൊടുത്തു. ഓക്കെ. ഇനി അതിന്റെ ഉള്ളിലെ മറ്റേ ബെഡ്റൂംസ് വരുന്ന മറ്റേ പോർഷന് കണക്കിട്ട്, മറ്റേ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ കണക്കിടേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സൂത്രം കൺസിഡർ ചെയ്യുമ്പോഴും ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡിലേക്ക് മാത്രമാണ് നമ്മുടെ പൂമുഖമുള്ളൂ. ഫ്രണ്ടിൽ പൂമുഖമുണ്ട്, പിന്നെ ഒരു സൈഡിൽ മാത്രം പൂമുഖമുള്ളൂ, ബാക്കി 2 സൈഡുകളിൽ പൂമുഖമില്ല. അപ്പൊ സാറ് പറയുന്ന പോലെ നമ്മൾ പൂമുഖം കൂടി ചേർത്തിട്ടുള്ള, അതായത് ഈ ഉപാലയം കൂടി ചേർത്തിട്ടുള്ള കണക്കല്ല തെറ്റി പറഞ്ഞത്, നമ്മുടെ സൂത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് ഇപ്പൊ
മെയിൻ ആയിട്ടുള്ള ഇപ്പൊ യമസൂത്രോ ബ്രഹ്മസൂത്രോ ഒരു സൈഡിലോട്ട് നീങ്ങി നിൽക്കുക. കാരണം ഒരു പൂമുഖം ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ളതിനെ കൺസിഡർ ചെയ്യണ സമയത്ത് ടോട്ടൽ ആയിട്ടുള്ള ചുറ്റളവല്ല, ടോട്ടൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് സൂത്രം ചെയ്യില്ലേ, സ്ഥായീനെ അല്ലാണ്ട് നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. കുറച്ച് ഇപ്പൊ ലെഫ്റ്റിലാണ് പൂമുഖം വരണമെങ്കിൽ സൈഡ് പൂമുഖം വരണമെങ്കിൽ ലെഫ്റ്റിലോട്ട് നീങ്ങിയിരിക്കുക, റൈറ്റിലാണ് സൈഡ് പൂമുഖം വരണമെങ്കിൽ റൈറ്റിലോട്ട് അതിന്റെ സൂത്രം നീങ്ങിയിരിക്കുക. അപ്പോ ക്ലയന്റിന് കൊടുക്കുമ്പോ ഇതെന്ത് ഇങ്ങനെ ഇരിക്കണേ എന്നുള്ള രീതിയിലാവും. അപ്പോ ഞാൻ സ്ഥായിയുടെ മാത്രം കാണിക്കുന്ന രീതിയിലാണ് ക്ലോസ് ഇറ്റ് ചെയ്തിട്ടുള്ളതിലെ സൂത്രങ്ങളുടെ കേസിലെ കാണിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ ക്ലയന്റിന് കൺവിൻസ് ആവുന്നില്ല. അവര് പറയുന്നത് മിഡിലിൽ തന്നെ മെയിൻ ഡോർ തുറക്കുമ്പോ തന്നെ പൂജ കാണണം എന്ന് പറയുമ്പോഴേ ഈ സൂത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കണോണ്ട് ഇത് ക്ലയന്റ് നോക്കുമ്പോ പൂജ സെന്ററിൽ അല്ലാത്ത ഫീലാണ് അവർക്ക് വരുന്നത്. ഇവിടെ ചോദ്യം എനിക്ക് വ്യക്തമായി. ഞാൻ അതിനെതിർത്തല്ല പറഞ്ഞത്. സ്ഥായി ഗ്രഹം എന്ന് പറയുന്ന ഒരു വലിയ ഗ്രഹത്തിന്റെ കൃത്യമായ മധ്യത്തൂടെ വാതിൽ വെച്ച് അതിലെ സൂത്രം എല്ലാം കടത്തി വിട്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് നിങ്ങൾ പൂമുഖം ഇറക്കി, അല്ലെങ്കിൽ പൂമുഖത്തിന്റെ തിണ്ണ ഇറക്കി, അല്ലെങ്കിൽ കൂട്ടിക്കെട്ടായിട്ട് ഇറക്കി. ആ ഇറക്കിന്റെ എല്ലാ ഔട്ടറിലേക്ക് വരുന്ന കണക്കുകളെല്ലാം നല്ല കണക്കിലും എടുത്തു. ആ കണക്ക് വെച്ച് കിട്ടുന്ന നീളത്തിന്റെ പകുതിയിൽ ഭിത്തി വരരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലെ സൂത്രം കൺസിഡർ ചെയ്യണമെന്നോ സൂത്രം തുറന്നു വിടണമെന്നോ ഞാൻ പറഞ്ഞില്ല. ക്ലിയർ ആയോ? ഇല്ല സാർ, ഒരു വട്ടം പറയൂ ഒന്നും കൂടി. നമ്മളൊരു ദീർഘചതുരത്തിൽ ഒരു ഗൃഹം എടുത്തു. ഒരു ഗൃഹമായിട്ട് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ വരച്ചു. ആ പ്ലാനിന്റെ സെന്ററിൽ കൂടെ കൃത്യമായി സൂത്രം വിട്ടു, കട്ടള വെച്ചു, ജനൽ വെച്ചു, അതിന്റെ ബാക്ക് വശത്ത് ഒരു പൂജാമുറി വെച്ചു. പ്രധാന വാതിൽ തുറക്കുമ്പോൾ പൂജാമുറി കാണുന്നു. പൂജാമുറിയുടെ ബാക്കിൽ ഒരു ജനൽ കൊടുത്ത് അത് കൃത്യമായ സൂത്രം അതിലേ പോകുന്നു. അതുവരെ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് സർ. കറക്റ്റ് ആണ്. ഇനി ഈ പ്രധാന വാതിലിന്റെ മുന്നോട്ട് നിങ്ങൾ തൂണൊക്കെ ഇട്ടിട്ട് അതിന്റെ ഫ്രണ്ടിലോട്ട് തൂണിട്ടിട്ടൊരു പൂമുഖം, ആദ്യം ഒരു കോല ഇറക്കി, അത് കഴിഞ്ഞ് അതിന്റെ ഫ്രണ്ടിലോട്ട് ഒരു പൂമുഖം ഇറക്കി. ഓക്കെ അല്ലേ? അങ്ങനെ തന്നെ. അപ്പൊ ഈ പൂമുഖം വരെ വരുന്ന പൂമുഖത്തിന്റെ പുറത്തോട്ട് പൂമുഖത്തിനെ താങ്ങി നിർത്തുന്നതായ ഉത്തരത്തിനെ താങ്ങി നിർത്തുന്നതായ തൂണിന്റെ പുറം വരെ വരുന്ന ആകെ നീളത്തിന്റെ പകുതിയിൽ ഈ പറഞ്ഞ സ്ഥായി ഗ്രഹത്തിന്റെ അല്ലെങ്കിൽ തായ്പുരയുടെ ക്രോസ് വിക്റ്റുകൾ വരരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ തുടർന്ന് വിടണമെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. ക്ലിയർ ആയോ? ടോട്ടൽ ആയിട്ടുള്ളതിന്റെ അതായത് നമ്മുടെ പൂമുഖം വരെയുള്ളതിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഒരു റെക്ടാംഗിൾ പോലെ എടുത്തു കഴിഞ്ഞെങ്കിൽ അതിൽ സ്ഥായി ഗ്രഹത്തിന്റെ എന്ത് വരരുത് എന്ന് പറഞ്ഞ് ഭിത്തി ക്രോസ് ചെയ്ത് നിൽക്കരുത് എന്നോ? അതെനിക്ക് ക്ലിയർ ആയില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല. എനിക്കിത് മനസ്സിലായില്ല കറക്റ്റ് ആയിട്ട്. ഞാൻ ആദ്യം വേറെ രീതിയിലാണ് അത് മനസ്സിലാക്കിയത്. അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അതൊരു ജസ്റ്റ് ഒന്ന് സാറിനെ വരച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. സാറിനല്ലേ പറ്റൂ. സാർ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാമോ? അതായത് എനിക്കിത് ഇതിനകത്ത് ഈ കിടക്കുന്ന പ്ലാനകത്ത് തന്നെ അത് കാണിക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ ആ കിടക്കുന്ന പ്ലാനകത്ത് എനിക്കിത് എന്റെ കഴ്സർ ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടില്ല. എനിക്കിത് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തില് നമ്മൾ ആദ്യം വരയ്ക്കുന്ന ചതുരശ്രമായ പ്ലാന്റെ കൃത്യമായ മധ്യത്തൂടെ സൂത്രങ്ങൾ കൽപ്പിച്ചു. വരയ്ക്കാം. സാറിന് വരയ്ക്കാവുന്നതേ ഉള്ളൂ. എനിക്കതറിയില്ലല്ലോ. ആ ചതുരത്തിന്റെ കൃത്യമായ മെർലിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 57/16 അതെ, കിഴക്കോട്ട് ദർശനമായ 57/16 ഒരു ഗൃഹം എടുത്തു. അതിന് നീളവും വീതിയും എടുത്തു. അതിന്റെ കൃത്യമായ മധ്യത്തൂടെ സൂത്രങ്ങൾ നിങ്ങൾ കൽപ്പിച്ചു. അവിടെ എങ്ങും ഭിത്തി വരാതെ അവിടെ കട്ടള ജനലുകളൊക്കെ വെച്ച് കൊടുത്ത് സൂത്രങ്ങൾ കൽപ്പിച്ചു. ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഓക്കെയാണ്. അതുവരെ ക്ലിയർ ആണല്ലോ. ഇനി അതിന്റെ മുന്നോട്ട് അതിന്റെ കിഴക്കോട്ട് നിങ്ങൾ ആദ്യം ഒരു പൂമുഖം ഇറക്കി. ഒരു പൂമുഖം 192 സെന്റിമീറ്റർ ഒരു പൂമുഖം ഇറക്കി. അതായത് 2/16. ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ. അപ്പൊ ഈ 192 സെന്റിമീറ്ററും കൂടെ കൂടി വരുന്ന നീളം, അതായത് കിഴക്ക് പടിഞ്ഞാറ് ആകെ വരുന്ന നീളത്തിന്റെ പകുതിയിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്ന വീടിന്റെ ഭിത്തികൾ വരുമല്ലോ. ഭിത്തികൾ എന്ന് പറഞ്ഞാൽ അകത്ത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കിച്ചണെ യൂട്ടിലിറ്റിയെയും ബെഡ്റൂമിനെയും WC-യെയും ലിവിങ്ങിനെയൊക്കെ വേർതിരിക്കുന്നതായ വെർട്ടിക്കൽ ഭിത്തികൾ ഉണ്ടല്ലോ.
ആ വെർട്ടിക്കൽ ഭിത്തികളുടെ മധ്യത്ത് അല്ലെങ്കിൽ അതിനോട് സമീപം ചേർന്ന് അതിൽ നിന്ന് ഒരു പദമെങ്കിലും ദൂരെ ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത്? ഈ പറഞ്ഞ ആകെ നീളത്തിന്റെ മധ്യം. ക്ലിയർ ആയോ? ഏകദേശമൊക്കെ മനസ്സിലായി. ഇനി അങ്ങനെ തന്നെയാണോ എന്ന് കൺഫേം ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സാറിന്റെ അടുത്ത് വരച്ച് കാണിച്ചിരുമെന്ന് ഞാൻ ചോദിച്ചത്. ഇപ്പൊ സാറിപ്പോ ഇട്ടിരിക്കുന്ന പ്ലാൻ ഒന്ന് നോക്കൂ. ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. യൂട്ടിലിറ്റി റൂം മുതൽ അങ്ങോട്ടില്ല എന്ന് സങ്കല്പിക്കുക. ഓക്കെ 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 സർ. ഓക്കെ കിച്ചണിന്റെ മുകൾ ഭിത്തി മുതൽ ഏറ്റവും താഴെ വരെ വരുന്ന അളവിലാണ് നമ്മൾ വീട് ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അതാണ്ട് അത് തന്നെ സാർ ഇപ്പൊ വരച്ചിരിക്കുന്ന അത്ര. അതെ, ഇതാണ് നമ്മുടെ തായ്പുര. ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഓക്കെ, ഈ തായ്പുരയുടെ മധ്യം എന്ന് പറയുന്നത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഇപ്പൊ തന്നെ കിടക്കുന്ന റെഡ് ലൈൻ തന്നെ ആണെന്ന് നോക്കൂ. രണ്ടും തിരിച്ചും മറിച്ചും കിടക്കുന്ന റെഡ് ലൈൻ തന്നെ ആണെന്ന് നോക്കൂ. ഓക്കെ 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 അതായത് ഇപ്പൊ സാർ വരച്ചതല്ല, അതിന്റെ ആദ്യം പഴയത് കിടക്കുന്നതായിരുന്ന റെഡ് ലൈൻ ആയിട്ട് നോക്കൂ. പഴയ റെഡ് ലൈൻ തന്നെ ആയിട്ട് കാണൂ. അതായിരുന്നു സെന്റർ എന്ന് കരുതുക. യൂട്ടിലിറ്റി റൂം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ പൂമുഖമോ അല്ലെങ്കിൽ കോലായിയോ ആണെന്ന് കരുതുക. ഓക്കെ സർ. യൂട്ടിലിറ്റി ഒരു 2 മീറ്റർ ആണ് യൂട്ടിലിറ്റി റൂമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഔട്ടറിലേക്ക് 2 മീറ്റർ ആണെന്ന് കരുതുക. അപ്പോഴങ്ങനെ വന്നാൽ ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ സെൻട്രൽ ലൈൻ ആ 2 മീറ്ററിന്റെ പകുതിയായ 1 മീറ്ററിലേക്ക് കൂടെ മുന്നോട്ട് നീങ്ങില്ലേ? നീങ്ങും സർ. നീങ്ങും. ആ നീങ്ങുന്നിടത്ത് നമ്മുടെ സ്റ്റെയറിന്റെ ഒരു ഭിത്തി കണ്ടോ? സ്റ്റെയർ എന്നെ താങ്ങി നിർത്തുന്ന ഒരു ഭിത്തി, സ്റ്റെയറിനെ ആ ഭിത്തി അത് വരച്ച അതുപോലെ വരാൻ പാടില്ല. ഇത്രയുള്ള കാര്യം. ഓക്കെ 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 മനസ്സിലായോ? മനസ്സിലായി. അല്ല, അത് തുറന്നു വിടണമെന്നോ അല്ലെങ്കിൽ തുളച്ചു വിടണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഭിത്തികള് വരാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങനെ വന്നാൽ ഭാവിയിൽ നമ്മളിപ്പോ ഈ ചെയ്യുന്ന ഈ സാധനം അവരൊന്ന് അടച്ചു കെട്ടിയാൽ, മനസ്സിലായോ? അടച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ കോലായി ഭിത്തി കെട്ടി കൃത്യമായിട്ട് അടച്ചെടുത്താൽ എന്താവും? സൂത്രം കൃത്യമായി എവിടെ പോവും? ഭിത്തിയുടെ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊക്കെ അത് മുന്നിൽ നമ്മൾ കണ്ടിരിക്കണം. ആര് കണ്ടിരിക്കണം? വാസ്തു കൈകാര്യം ചെയ്യുന്നവർ കണ്ടിരിക്കണം. അതുകൊണ്ടാണ് ആചാര്യം പറഞ്ഞത് തായ്പുരയുടെ വിസ്താരത്തിനേക്കാള് വിസ്താരം കുറച്ചേ മുന്നോട്ട് ഇറക്കുന്ന സംഗതികൾക്ക് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഓക്കെ സർ, മനസ്സിലായി. അവിടെ വേറെ ഒന്നും വേണമെന്നില്ലല്ലോ അല്ലെ? ജനലയോ വേറെ വേണമെന്നില്ല, പക്ഷെ ഭിത്തി വരാൻ പാടില്ല. അന്ന് അളക്കുമ്പോൾ മറ്റൊരാൾ വന്ന് അളന്നാൽ അവിടെ ഭിത്തിയാണെന്ന് പറഞ്ഞ് അപവാദം ശാസ്ത്രത്തിനും ഇത് കൈകാര്യം ചെയ്ത നമുക്കും ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ നമ്മള് വരയ്ക്കുമ്പോ പക്ഷെ സ്ഥായിയുടെ മാത്രം ഇട്ടിട്ട് ചെയ്താൽ മാത്രം മതി. സ്ഥായിയുടെ മാത്രം മതി. പക്ഷെ മൊത്തത്തിൽ അളന്ന് നോക്കിയാൽ മധ്യത്ത് ഇതുപോലെ വെർട്ടിക്കലായ ഭിത്തികൾ വരാൻ പാടില്ല. ഇപ്പൊ കാണിച്ചതുപോലെ വരാൻ പാടില്ല. ഇത്രയുള്ള കാര്യം, അല്ല വേറെ കാര്യമില്ല. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഹോൾ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ. തുറന്നു വിടാമല്ലോ. അത് തുറന്നു വിടാമല്ലോ. മറ്റേത് തുറന്നു വിടാൻ പറ്റില്ലല്ലോ. മനസ്സിലായി സർ. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലാൻ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയൂ. ഇപ്പൊ ഇവിടെ പ്ലാന് 6.54 1590 കൊടുത്തുകൊണ്ട് ഇവര് ഈ വശത്ത്, അതായത് തെക്ക് വശത്ത് ഒരു വലിയ വാതിൽ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്താ? വലിയ വാതിൽ ഒരിക്കലും നമ്മുടെ സിറ്റ് ഔട്ട് എന്നുള്ള മെയിൻ എൻട്രീനേക്കാളും വലുതാവാൻ പാടില്ല. അങ്ങനെ വലുതായി കഴിഞ്ഞാൽ തന്നെ വാതിൽ കൊടുക്കണം എന്ന് അല്ല ഇവര് പറയുന്നത്. തെക്ക് വശത്ത് നമുക്ക് എന്തുകൊണ്ട് തെക്ക് ദർശനമായിട്ട് എടുത്തുകൂടാ? സിറ്റ് ഔട്ട് ഒക്കെ ഇവിടെ ഇരുന്നോട്ടെ. നമ്മുടെ സ്ഥലമില്ലല്ലോ. പ്ലോട്ട് കണ്ടീഷൻ 3 മീറ്റർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മെർലിൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കും, എന്നിട്ട് പറയും. ഇവിടെ പറയുന്നത് സിറ്റ് ഔട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മുടെ ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് ഉള്ള ഫ്രണ്ട് യാർഡും ഇവിടെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ സൈഡില് നമ്മൾ 1.5 മീറ്റർ വിടുന്നുണ്ട്. അങ്ങനെ വിടുകയും ഇവിടെ ഒരു പാസേജ് ആയ ഒരു വഴി വരികയും ചെയ്യുന്നത് കൊണ്ട് എന്തുകൊണ്ട് ഈ തെക്ക് വശത്ത് ഒരു കുറച്ച് വലിയ വാതിൽ, ഇതിനേക്കാൾ വലിയ വാതിൽ കൊടുത്തുകൊണ്ട് വാസ്തു പ്രകാരം
നമുക്കിടെ ഫ്രണ്ട് യാർഡ് അതായത് സൗത്ത് ഫേസ് ചെയ്ത ഒരു ബിൽഡിങ്ങിന്റെ കണക്കാക്കി എടുത്തുകൊണ്ട് ചെയ്തുകൂടാ. ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഇത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് യാർഡ്. അതായത് നമ്മൾ നിലവിലുള്ള ബിൽഡിങ്ങിന്റെ ഈ വെസ്റ്റ് ഫേസ് തന്നെയാണ് ഫ്രണ്ട് യാർഡ്. എന്നാൽ വാസ്തു പ്രകാരം നമുക്ക് എന്തുകൊണ്ട് സൗത്ത് ഫേസ് ആക്കി ഈ സൈഡിൽ വലിയ വാതിൽ കൊടുത്തുകൊണ്ട് ചെയ്തുകൂടാ? ഇതാണ് അവരുടെ ക്വസ്റ്റ്യൻ. സർ, പക്ഷെ നമ്മുടെ ബിൽഡിംഗ് റൂളിൽ തന്നെ പറയുന്നത് മെയിൻ ഓക്കെ അവിടെ നിന്ന് സ്റ്റെപ്സ് എങ്ങാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതായത് നമ്മുടെ മെയിൻ ഡോറിനേക്കാൾ വലിയ ഡോറും അവിടെ സ്റ്റെപ്സും കൊടുക്കുകയാണെങ്കിൽ തന്നെ ബിൽഡിംഗ് ഒരു കാര്യം ചെയ്യും, നീ ഇതൊന്ന് വിടൂ, ബിൽഡിംഗ് റൂളെ വിടൂ. ഓക്കെ, റൂളിൽ അവിടെ ഓക്കെയാണ്. ഇനി വാസ്തു പ്രകാരം നമ്മളിവിടെ പറയാം, ബിൽഡിംഗ് റൂളെ നീ വിടും, സൗത്ത് ഫേസ് ചെയ്തായി എടുത്തുകൊണ്ട് നമുക്കത് ചെയ്യും. കടന്നു വരുമ്പോ തന്നെ സ്റ്റെയർ അല്ല നിൽക്കുന്നത്. അത് സ്റ്റെപ്പിന് അതിന്റെ അടിയിൽ കൂടെ പോകും, ഡോറിന്റെ മുകളിൽ കൂടെ പോകും. അത് നമുക്ക് അതനുസരിച്ച് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ വരച്ചേക്കുന്ന പ്ലാനിലുള്ള മിസ്റ്റേക്ക് ആണ്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്റെ ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് സൗത്ത് ഫേസ് ചെയ്തായിട്ട് ചെയ്യാമോ ഇല്ലയോ? പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ മുരളി. അങ്ങനെ ബിൽഡിംഗ് റൂള് പ്രകാരം തടസ്സമില്ലെങ്കിൽ വാസ്തുവില് കടക്കുമ്പോ കട്ടിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റെയറും തുറക്കുമ്പോ വരുന്നില്ല എങ്കിൽ അതൊരു ഹോൾ എന്നുള്ള രീതിയിൽ വെക്കണോണ്ട് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ബിൽഡിംഗ് റൂള് പ്രകാരം സാർ അത് നോക്കണ്ടെന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. വാസ്തു പ്രകാരം നോക്കിയാൽ മതി. വാസ്തു പ്രകാരത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാമോ, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എടുക്കാമോ ഇല്ലേ എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ് റൂള് മാറ്റി വയ്ക്കും. എടുക്കാം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പ്രേമാനന്ദ് സാറിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഏതാണ്ട് ഇതേ ഒരു സാഹചര്യമാണ് ഇപ്പൊ ആദ്യത്തെ ഇടപെട്ട കേസിലും ഏതാണ്ട് ഇതുപോലുള്ള ഒരു സാഹചര്യം തന്നെയാണ് വന്നത്. അപ്പോഴ് വാസ്തുപരമായിട്ട് സാധിക്കുമായിരിക്കും, അങ്ങനെ സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ വിജയലക്ഷ്മി, വിജയലക്ഷ്മി ഇല്ല. അപ്പൊ ബിജു സാറെ, സന്തോഷ് സാറും അഭിപ്രായം പറഞ്ഞു. അത് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. അത് ചെയ്യുന്നതിൽ വിരോധമില്ല എന്ന് പറയാൻ നിയമമുണ്ടല്ലോ. എന്താണ്, ദീർഘത്തിൽ വാതിൽ വെക്കണമെന്നൊരു നിയമമില്ലേ? ദീർഘത്തിൽ തന്നെ വാതിൽ വെച്ചാണ് ചെയ്യേണ്ടത്. മറ്റേത് നമ്മൾ പറഞ്ഞത് പടിഞ്ഞാറ് വശത്ത് പ്രധാന വഴിയുള്ളത് കൊണ്ട് സ്ഥായി ഗ്രഹം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് കൂട്ടിക്കെട്ടുകൾ ചെയ്തിട്ട് വാതിൽ വെക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തെക്കോട്ട് ദർശനമായിട്ട് വെക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഇവിടെ ബിൽഡിംഗ് റൂളിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. കാരണം ഫ്രണ്ട് യാർഡ് 3 മീറ്ററോ മറ്റോ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വിസ്താരം വീടിന് കിട്ടാതെ വരും. അത്രേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. സന്തോഷ് സാർ. സന്തോഷ് സാറെ മ്യൂട്ട് മാറിയില്ല. ദർശനം മാറ്റി ചെയ്യുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ദീർഘത്തിലാണ് വാതിൽ വരേണ്ടത് എന്നുള്ളത് പ്രശ്നമില്ല. പക്ഷെ വേറൊരു വൈഷമ്യം തോന്നുന്നത് ആ കട്ടളയുടെ ഒരു ഭാഗം ടോയ്ലറ്റിന്റെ ചുവട്ടിനോട് ചേർന്ന് വരും എന്നുള്ളൊരു വൈഷമ്യമുണ്ട്. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതാണ് പറഞ്ഞ ദർശനം മാറ്റുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു വൈഷമ്യം എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ടോയ്ലറ്റ്, പ്രധാന വാതിലിന്റെ കട്ടള ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ആ ഒരു കറക്ഷൻ ഒന്ന് ചെയ്താൽ അത് ദർശനം മാറ്റാം.
ദ്വാരമായാമതക്കാര്യം പുത്രപുത്രധനപ്രദം വിസ്താരകോണദ്വാരയോ ദുഃഖ ദുഃഖഭയപ്രദം. വിസ്താരത്തിലല്ല, ദീർഘത്തിലാണ് വരുന്നത്. നേരത്തെ ഇരുന്ന വിസ്താരത്തിലല്ലേ, അപ്പൊ അതിൽ നിന്ന് ദീർഘത്തിലേക്ക് മാറണം. ആകെപ്പാടുള്ളത് സ്റ്റെയറിന്റെ കാര്യം ഇപ്പൊ സാറ് പറഞ്ഞ് മാറ്റാന്ന് പറഞ്ഞു. പിന്നെ വരുന്ന ഒരു സംഗതി ടോയ്ലറ്റാണ്. അതും കൂടെ ഒന്ന് പരിഗണിച്ചാൽ നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇവിടെ 62 കോൽ 8 വിരൽ എന്ന് പറയുന്ന കണക്കെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6.54ഉം മറ്റേത് 15.90യുമാണ്. അപ്പോൾ അവിടുത്തെ ദീർഘവും വിസ്താരവും കൊണ്ടിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ദീർഘവിസ്താരങ്ങൾ കൊണ്ട്, ദീർഘത്തെ വിസ്താരം കൊണ്ട് ഭാഗിച്ചാൽ 2.34 മറ്റോ കിട്ടും. അവിടെ പ്രശ്നം വരുന്നില്ല. പക്ഷെ അത് ഏതാണ്ട് രണ്ടാമത്തെ പാദാധികവുമായി ബന്ധപ്പെട്ടല്ലേ വരുന്നുള്ളൂ. വേറെ പ്രശ്നം വരുന്നില്ല. പിന്നെ പ്ലാൻ ഇതായിട്ട് കാണണ്ട. പ്ലാൻ ഇത് ഇങ്ങനെ ഫ്രണ്ടില് തെക്കോട്ട് ദർശനത്തിന് തെക്കോട്ട് വാതിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ബാത്റൂം ഒന്നും അവിടെ പറ്റില്ലല്ലോ. അത് മാറ്റി ചെയ്യേണ്ടി വരും. അത് വിടൂ, പ്ലാന്റെ കാര്യം വിടൂ. പ്ലാൻ അല്ല, നമുക്ക് അങ്ങനെ ഒരു വീട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. 1590ഉം 654ഉമായിട്ട് 1590നെ 654 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.34 മറ്റോ ആണെന്ന് തോന്നുന്നു വരുന്നത് അല്ലേ. അർദ്ധാധികം വരില്ല. പാദാധികം കഴിഞ്ഞിട്ട് പാദാധികത്തിന്റെ ആ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പാദാധികത്തിന്, ആദ്യത്തെ അല്ല രണ്ടാമത്തെ. അപ്പൊ സാമാന്യന് മറ്റ് ആപൽഘട്ടത്തിൽ എടുക്കാം. ആപൽഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റ് നിർവാഹം ഇല്ലാത്തത് കൊണ്ട് ആപൽഘട്ടത്തിൽ ഇങ്ങനെ സ്വീകരിക്കുന്നതിൽ വിരോധമില്ല എന്ന് വെച്ച് എല്ലാ സൗഭാഗ്യങ്ങളും 62 കോൽ 8 തരുന്നതായ എല്ലാവിധ ഗുണങ്ങളും ഈ ഗൃഹത്തിന് കിട്ടിക്കൊള്ളണം എന്ന് വാശി പിടിക്കരുതെന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. സർ, 62 കോൽ 8 വിരല് വടക്കിന്റെ കണക്കല്ലേ? 62 കോൽ 8 വടക്കിന്റെ കണക്കാണ്. അതല്ലേ പറഞ്ഞ ആപൽഘട്ടത്തിൽ ഈ കണക്കെടുത്തു. ഒരു ആപൽഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാകുന്നത്? പക്ഷെ അവർക്ക് ഇത്ര സൗകര്യങ്ങൾ വേണം. പടിഞ്ഞാറിന്റെ ഇതിൽ തന്നെ ഒന്നും എടുക്കാൻ പാടില്ല എന്നല്ലേ? വടക്ക് ആണെങ്കിൽ നമുക്ക് പടിഞ്ഞാറ് എടുക്കാം, തെക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശാസ്ത്രപ്രകാരം തെക്കും എടുക്കാം. പക്ഷെ പടിഞ്ഞാറ് നമ്മള് വേറൊന്നും എടുക്കാൻ പാടില്ലല്ലോ. പടിഞ്ഞാട്ടല്ലല്ലോ, ദർശനം തെക്കോട്ടല്ലേ വരുന്നത്. ഓ, തെക്കായില്ലേ മെർലിൻ? ഓക്കെ, അതെ, തെക്കിലേക്ക് മാറ്റിയോ? ഓക്കെ, ശരി. അതെ. സർ, ഒരു സംശയം കൂടി സർ. ഞാനിവിടെ കണ്ണൂര് ഒരു വീടിന്, എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ളൊരു ഭൂമിയുടെ ഇതിനകത്തൊരു വീടിൻ്റെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ആള് വേറൊരാളുമായിട്ട് കൺസൾട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത് 71.1 സെന്റിമീറ്റർ ആണ് ഒരു കോലായിട്ട് ഇവിടെ എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ കൈക്കണക്ക് പട്ടിക നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ കോല് കാര്യങ്ങളും വിരല് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത് എന്തൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ പട്ടിക അത് പ്രകാരം തന്നെ ഫോളോ ചെയ്യാനും അതിനകത്ത് മീറ്റർ സെന്റിമീറ്ററിൽ മാത്രം വ്യതിയാനം വരും എന്നുള്ളതാണോ സാർ അത് വരിക? അത് പറഞ്ഞുതരാം കേട്ടോ, വിശദമായിട്ട് പറഞ്ഞുതരാം. സാറേ, ഈ വിഷയവുമായിട്ട് ബന്ധമുള്ളതല്ല, നമുക്ക് അത് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് അവസാനം വിശദമായിട്ട് പറഞ്ഞുതരാം, കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രിന്റിങ്ങിലാവും. ഇത് ഓക്കെ എന്നിട്ട് നമുക്ക് പോകാം. ഓക്കെ സാർ. സാർ, ഇത് ആപൽഘട്ട ആയതുകൊണ്ടാണ് നമ്മൾ തെക്കിനെ വടക്കിന്റെ കണക്ക് എടുത്തേന്നാണ് പറയുന്നത്. ശരിക്കും ശാസ്ത്രത്തിൽ എടുക്കാമെങ്കിലും അത് രണ്ടും ഓപ്പോസിറ്റ് കണക്കുകളല്ലേ? അതാത് ദിക്കുകൾക്ക് പറഞ്ഞിരിക്കുന്നതായ കണക്കുകളാണ് 99.9% എടുക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിനെ പരിപൂർണമായിട്ട് നമുക്ക് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സമ്പ്രദായത്തിൽ പ്രകാരം ഭൂമിയുടെ ദൗർലഭ്യം, മനുഷ്യന്റെ അവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ നിരവധി ഘട്ടങ്ങളെയാണ് ആപൽഘട്ടം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുട്ടതിരുകൾ കയറി വരിക, റോഡിന്റെ കയറ്റം, റോഡിന്റെ ഭേദം ഉണ്ടാകുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ സാമീപ്യം വരിക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല കണക്കുകൾ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അതായത് അതിന് വിധിക്കപ്പെട്ടതായിരിക്കുന്ന കണക്കുകൾ സ്വീകരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകേണ്ടതായ സാഹചര്യങ്ങൾ ഒന്നിലധികം ഉണ്ടാകുമ്പോഴാണ് ആപൽഘട്ടം എന്ന് പറയുന്നത്.
അല്ല ഒരു ആപത്ത് വരുന്നു എന്നുള്ളതല്ല. ആ ആപൽ ഘട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ വിരുദ്ധമായ കണക്കുകൾ, അതായത് വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കരുതെന്നുള്ളതല്ല, മറ്റ് നിർവാഹമില്ലെങ്കിൽ ചെയ്തുകൊള്ളൂ എന്ന് ആചാര്യം പറഞ്ഞിരിക്കുന്ന സമ്പ്രദായത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ 62 കോലിലിട്ടെന്ന് പറയുന്നത് ത്രിയോനി ഗജയോനിക്ക് വേണ്ടി ഗജം സ്വീകരിക്കേണ്ടിടത്ത് ത്രിയോനി സ്വീകരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആചാര്യന് എതിരഭിപ്രായമുണ്ട്. എന്താണ് അവിടെ ഗജം എന്ന് പറയുന്ന കണക്ക്, ഗജം അതായത് ആനയുടെ ഭാഗത്താണ് സിംഹത്തിനെ കൊണ്ടുവന്ന് വെക്കുന്നതെന്നാണ്. അവിടെ അവിടെ ഇരിക്കേണ്ട ആൾ ആനയാണ്, ഇവിടെ ചെന്ന് നിൽക്കുന്ന ആൾ സിംഹമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് മറ്റ് കണക്കുകളെ, ഓരോ കണക്കുകൾക്കും ദിക്കിനനുസരിച്ച് കണക്കുകൾ പറഞ്ഞിട്ട് അവിടെ ആ കണക്കുകൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ ഏകയോനി ധ്വജയ സർവത്ര പൂജിത എന്നൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പൊ ധ്വജം ആദ്യം സ്വീകരിക്കുന്നു, ധ്വജവും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത്, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 62 കോലിലിട്ട് സ്വീകരിക്കേണ്ടി വരും. അയാളുടെ സൗകര്യത്തിനുള്ള മുറി, അയാളുടെ കയ്യിലുള്ള സാമ്പത്തികത്തിന്റെ അവസ്ഥ, ഈ ഭൂമിയുടെ ദൗർലഭ്യം, മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് കാണാത്തതോ കാണുന്നതോ ആയ മറ്റ് ബാഹ്യ ഇടപെടലുകളൊക്കെ കൊണ്ട് നമ്മൾ ഈ കണക്ക് സ്വീകരിക്കാൻ നിർബന്ധിതനാകുന്നു. എങ്ങനെ നിർബന്ധിതനാകുന്നു? ഒരു ഘട്ടത്തിൽ, ആപൽ ഘട്ടത്തിൽ. അങ്ങനെയാണ് ഈ കണക്ക് സ്വീകരിച്ചതായിട്ട് നിങ്ങൾ കണക്കാക്കുക. അല്ലാതെ ആ കണക്കിനെ ഇപ്പൊ ചോദ്യം ചെയ്യേണ്ട. സാറ് പറഞ്ഞ പോലെ കണക്ക് അവിടെ നിൽക്കട്ടെ, കണക്കിന്റെ അംശം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ കണക്ക് പ്രകാരം മുഖം കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ പഠിക്കും. അതിനുശേഷം നമുക്ക് ഡീപ്പായി മറ്റു നിയമങ്ങളിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. മനസ്സിലായോ? ഓക്കെ സർ, മനസ്സിലായി. സന്തോഷ് സാർ. അത് പറഞ്ഞത് വടക്കെനിക്ക്, അതായത് തെക്കുമുഖമായിട്ടുള്ള ഗൃഹത്തിന് സപ്തയോനിയാണ് വേണ്ടത്. ഈ പറയുന്ന പോലെ സാഹചര്യം കൊണ്ട് ത്രിയോനി സ്വീകരിക്കേണ്ടി വന്നു. അതും ചന്ദ്രികാകാരൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വിരുദ്ധമായ യോനികൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അത് ഈ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വിരുദ്ധമായ യോനികൾ വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ വരും, ഇതിനോടനുബന്ധിച്ച് തന്നെ വേറെ എന്തെങ്കിലും ദോഷങ്ങൾ ആ തോട്ടിലുണ്ടെങ്കിൽ ഈ ദോഷത്തെ അത് കൂടുതലാക്കി കൊടുക്കും, വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ചുറ്റുപാടുള്ള അവസ്ഥ, ഈ വസ്തുവിന് ചുറ്റുപാടുള്ള അവസ്ഥകൾ എന്താണ്, ഈ വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഗൃഹത്തിലേക്കോ വേറെ എന്തെങ്കിലും ദോഷങ്ങൾ അത് നല്ല രീതി തന്നെ ഉണ്ടോ എന്നുള്ള വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടി വരും ഈ വിരുദ്ധമായ കണക്കുകൾ സ്വീകരിക്കുമ്പോൾ. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് മറ്റുള്ള ദോഷങ്ങളൊന്നും ഇല്ല, മറ്റു നിവൃത്തികളില്ല എങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പ്ലാനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ കണക്കിന് സ്വീകരിക്കാം. കാരണം വംശക്രമത്തില് അർദ്ധാധികാംശമാണ് വരുന്നത്, അതുകൊണ്ടും അതും പ്രശ്നമല്ല. പിന്നെ ഇത് പറയുന്ന ഈ സമ്പ്രദായമാണ് നോക്കിയില്ല. മൊബൈലിലായതുകൊണ്ട് ചെറിയ അപ്പൊ ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് 59 കോൽ 0 വിരൽ എന്ന് പറയുന്നത് 58 കോൽ 8 വിരല് 7-ലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 7-ല് നല്ലൊരു കണക്ക് കിട്ടുന്നില്ല, എല്ലാം മധ്യമത്തിലാണ്. അപ്പൊ ഇതാണ് ഇവിടെ വന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇവര് 62 കോൽ 8 വിരൽ എടുത്താൽ മാത്രമേ ഇവര് പറയുന്ന ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് അടുത്ത 7-ന്റെ കണക്കായിട്ടുള്ള 58 കോൽ 8 വിരൽ എന്ന് പറയുന്ന കണക്ക് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൗമാരത്തിൽ ഉത്തമമായിട്ട് കിട്ടും. പക്ഷെ അവിടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനൊരു ബുദ്ധിമുട്ട്. അപ്പോഴിത് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകാം. ഇത് പൊതുവെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വൈഷമ്യമാണ്. കാരണം നല്ല കണക്കെടുത്ത് കൊടുക്കാൻ, അവർക്ക് നല്ല ഗുണം വരുന്ന വിധത്തിലേക്കുള്ള കണക്കുകൾ എടുത്ത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവരുടെ കർമ്മഫലം കൊണ്ടോ അല്ലെങ്കിൽ അവരെ അനുഭവിക്കാനുള്ള ഒരു ഈശ്വര നിയോഗം കൊണ്ടോ അവർ തന്നെ ആ വഴിയിലേക്ക് സഞ്ചരിക്കും. ചിലർക്ക് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഈ സൗകര്യങ്ങളാണോ വേണ്ടത്, സുഖമാണോ വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ച് സുഖമുണ്ടാകണം. ശൈലാനാം മനുഷ്യാണാം വസ്തുവാദീനം സുഖം. നമ്മൾ താൻ അവർക്ക് സുഖമുണ്ടാകണം, നന്മയുണ്ടാകണം, നല്ലതുണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ
ചില വിഷയങ്ങളൊക്കെ പരിമിതപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാത്തിനും നമുക്ക് സൗകര്യങ്ങൾ വേണം. എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണം. ആ സൗകര്യങ്ങൾ എന്ത് ചെയ്താലും അത് പോരാ എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ ഈ സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് സുഖ സൗകര്യങ്ങളാണ്. സുഖത്തിന് വേണ്ടിയിട്ടാണ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സുഖത്തിന് വേണ്ടി സൗകര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ചിന്തിക്കണം, ഈ വർദ്ധിപ്പിക്കുന്ന ഈ സൗകര്യങ്ങൾ നമുക്ക് സുഖം തരുമോ എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മളല്ല ചിന്തിക്കണം, നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. പക്ഷെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. നമ്മൾ കഴിയുന്നത് പറഞ്ഞു നോക്കുക. ഈ ഉണ്ടാക്കുന്ന സുഖത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ തിരിച്ച് നമുക്ക് സുഖം തരുന്നതാണോ എന്നുള്ള ഒരു ചിന്താഗതിയും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നന്നായിരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചെറിയ കണക്കുകൾ എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരോട് കൺവിൻസ് ചെയ്യുക, പറഞ്ഞു നോക്കുക. കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അനുസരിക്കാനുള്ള വിധിയാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ താഴെ സൗകര്യങ്ങൾ കുറഞ്ഞാലും രണ്ടാമത്തെ നിലയാക്കി അടുത്ത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഒരു വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ. അതല്ല എനിക്ക് ഇങ്ങനെ മതി എന്ന് നിർബന്ധം പിടിച്ചാൽ പിന്നെ മറ്റ് നിവർത്തിയില്ല, നമ്മളത് അനുസരിക്കുകയേ വഴിയുള്ളൂ എന്ന് ആയിപ്പോകും. പലപ്പോഴും നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ പെട്ടുപോവുകയാണ്, കൈകാലം കെട്ടിയിട്ട അവസ്ഥയിലാണ്. നമ്മൾ പാതിയാംശത്തിലൊക്കെ നല്ല കണക്കുകൾ എടുത്ത് സൗകര്യങ്ങളൊക്കെ അല്പം കുറച്ച് നല്ല ഗുണപ്രധാനമായിട്ടുള്ള പ്ലാനായിരിക്കും വരയ്ക്കുന്നത്. അത് നിസ്സാരം സൗകര്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും, ആ ഗുണപ്രധാനമായിട്ടുള്ള പ്ലാനിന് വലിച്ചു നീട്ടി ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ തന്നെ കൊണ്ടുവന്നെത്തി. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കിപ്പോ ബാക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 61 കോലിന്റെ കണക്ക് വരുന്നില്ലേ? മധ്യമത്തിലത്തെ തന്നെ നമ്മുടെ ഈ എന്താ തെക്കിന്റെ കണക്ക് വരുന്നില്ലേ? അതെടുത്ത് കഴിഞ്ഞിട്ട് 50 സെന്റിമീറ്ററിന്റെ കുറവല്ലേ വരുന്നുള്ളൂ വെർട്ടിക്കലി. 1590 എന്നുള്ളത് 1542 ആവുന്നല്ലേ ഉള്ളൂ. തെക്കിന്റെ മധ്യമ കണക്ക് നിൽക്കുമ്പോ എന്തിനാണ് വടക്കിന്റെ ഉത്തമ കണക്കിലോട്ട് പോകുന്നേ എന്നാണ് എൻ്റെ ഒരു. അത് സ്ഥല സൗകര്യം തന്നെയാണോ? 50 സെന്റിമീറ്ററിന്റെ വെർട്ടിക്കലി വരുന്ന കുറവ് കാരണമാണോ അങ്ങനെ എടുത്തത്? സാറ് പിന്നീട് പറഞ്ഞത് ബാക്കിലോട്ട് പോകുമ്പോ ഉത്തമ കണക്കാണ് നോക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ തെക്കിന്റെ ഉത്തമ കണക്കിലോട്ടാണ് ബാക്കിലോട്ട് പോയത് സാറ്. 58 കോൽ 8 വരില്ല, അതിലെ സ്ഥല സൗകര്യങ്ങള് കുറവാന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞ 62 കോൽ 8 വരലേക്ക് വന്നത്. അതിന്റെ ഇടയിൽ ഒരു 61 കോൽ നിൽക്കുന്നില്ലേ? 61 കോൽ 0 വരല്ലേ? ചെലവൊന്നും വരവ് 8 കോലായിട്ട് മധ്യമ കണക്കില് തെക്കിന്റെ കണക്ക് യൗവനത്തിൽ അത് എടുത്തൂടെ? അപ്പൊ നമുക്ക് അതത് ദിക്കിന് അതത് കണക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ 50 സെന്റിമീറ്ററോളം കുറവ് വരും കേട്ടോ. 654 പെയറായിട്ട് അവിടെ വരുന്നത് 1542 ആണ്. 1590 സാർ അഭിപ്രായം പറഞ്ഞോളൂ. മ്യൂട്ടാണ് സാർ, മ്യൂട്ടാണ്. ഏത് കണക്കെടുക്കുന്ന കാര്യമാണ് പറഞ്ഞ? 62 നിന്നും കണക്ക് കുറയ്ക്കുന്ന കാര്യമാണോ പറഞ്ഞത്? 61 കോൽ 0 വരല്ലേ? അതായത് പ്രദീപ് സാർ പറഞ്ഞു നമ്മുടെ 62 കോൽ 8 വിരലിൽ എടുക്കാനുള്ള റീസൺ അവരുടെ എന്താ ഉള്ളിലത്തെ സൗകര്യം കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനെ എടുത്തേന്ന് പറഞ്ഞു. പിന്നെ അതിന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ തെക്കിന്റെ തന്നെ ഉത്തമ കണക്ക് എന്ന് പറയുന്നത് 58 കോൽ 8 വിരലാന്ന് പറഞ്ഞു. ഓക്കെ, ഈ 62 കോൽ 8 വിരലിന്റെയും 58 കോൽ 8 വിരലിന്റെയും നടുക്കിലായിട്ട് ഒരു 61 കോൽ തെക്കിന്റെ മധ്യമ കണക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എടുത്തൂടെ? അതിലൊരു 50 സെന്റിമീറ്റർ കുറവ് വരും. 654 പെയറായിട്ട് 1590 അല്ല, 48 വരത്തുള്ളൂ, 50 വരത്തില്ല. 1542 654 പെയർ 1542 വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു 50 സെന്റിമീറ്ററോളം ഏകദേശം വെർട്ടിക്കലി കുറവ് വരും. അത് അങ്ങനെ കുറവ് വരുന്നോണ്ടാണോ എടുക്കാണ്ടിരുന്നത്? വലിയൊരു വ്യത്യാസം, ഒരു ഏകദേശം ഒരു 1.5-2 അടിയുടെ അടുത്ത് കുറവ് വരുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അവിടെ ഒരു വടക്കിന്റെ കണക്ക് നിൽക്കുമ്പോ എന്തിനാണ് നമ്മള്, സോറി വടക്കല്ല തെക്കിന്റെ കണക്ക് നിൽക്കുമ്പോ എന്തിനാ വടക്കിന്റെ ഉത്തമ കണക്ക് എടുക്കാൻ? നമുക്കങ്ങനെ വാശിയൊന്നും ഇല്ലല്ലോ. നമുക്ക് ആർക്കും വാശിയില്ല. അങ്ങനെ അയാളെ ഇവിടെ കൊണ്ടുവന്ന് 62 കോൽ 8 തന്നെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണമെന്ന് വാശിയൊന്നും ഇല്ല.
മെർലിൻ പറഞ്ഞ 61 കോലിനെ നമുക്ക് പരിശോധിക്കാം. ഒന്ന് നോക്കൂ, 61 കോലിന്റെ ഗുണവും ദോഷവും ഒക്കെ ഒന്ന് നോക്കൂ. ഞാൻ പറഞ്ഞുതരാം. കാൽക്കുലേറ്റർ ഉണ്ടോ? നോക്കൂ. ഉണ്ട്. ആദ്യം തന്നെ ആയം നോക്കൂ. ആയമല്ലല്ലോ, വ്യയം നോക്കൂ ആദ്യം. എങ്ങനെയാണ് വ്യയം? ചിലപ്പോ ഒന്നാ വരുന്നത്. ചുറ്റിനെ 3 കൊണ്ട് ഗുണിച്ച് 14 ഹരിച്ചാൽ ശേഷിക്കുന്നത് എത്രയാണ് വന്നത്? 1. ഒന്നാണ് വരുന്നത്. ആയം നോക്കൂ. ആയം 8 വരുന്നത്. 8 വരുന്നു. ഓക്കെ. ആദ്യത്തെ. ഇനി പക്ഷാന്തരവ്യയം നോക്കൂ. പക്ഷാന്തരവ്യയം എങ്ങനെയാണെന്ന് മനസ്സിലായോ? പക്ഷാന്തരവ്യയം 9. പക്ഷെ അത് പക്ഷാന്തരവ്യം പക്ഷാന്തരവ്യം നോക്കേണ്ട കാര്യമില്ലല്ലോ. ചെലവിനൊക്കെ വലുതായിട്ടല്ലേ വരവ് നിൽക്കുന്നത്. അതെ, പറയട്ടെ. പക്ഷാന്തരവ്യം നോക്കിയോ? ഞാൻ ആഴ്ച നോക്കൂ. ആഴ്ച വ്യാഴം വരണേ. വ്യാഴം നല്ല ആഴ്ചയാ. നക്ഷത്രം എന്താ? നക്ഷത്രം ഭരണിയാണ് വരുന്നത്. ഭരണി യമനക്ഷത്രമല്ലേ? ഭരണി യമന്റെ നക്ഷത്രമല്ലേ? മെർലിൻ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഭരണി അത്ര സുഖകരമായൊരു നക്ഷത്രമല്ല. അതോടെ നിൽക്കട്ടെ. അടുത്തത് ഭരണിയും വ്യാഴാഴ്ചയും. പിന്നീട് അതിന്റെ തിഥി നോക്കൂ. ഏതാണ് തിഥി എഴുതിയിരിക്കുന്നത്? അഷ്ടമിയാണ് വരുന്നത്. അഷ്ടമി ശൂന്യമല്ലേ? അഷ്ടമി തിഥി ഷഡ്വർഗങ്ങളില് ഇപ്പൊ ആയാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മരണം കൊണ്ടോ മാത്രമല്ലല്ലോ കണക്ക് നിശ്ചയിക്കുന്നത്. അവിടെ അവസാനം ആ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് മധ്യമമായി സ്വീകരിക്കാവുന്നല്ലേ? മധ്യമം എന്ന് പറയാനുള്ള കാരണമാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. എന്താണ്? ഭരണിയാണ് നക്ഷത്രവും അഷ്ടമിയാണ് തിഥിയും അല്ലേ? അതെ. വ്യാഴാഴ്ച കൊള്ളാം, നല്ലതാണ്. ആയാധിക്യം ഉണ്ട്. വ്യയത്തിനേക്കാള് ആയ ഒരുപാട് കൂടുതലാണ്. പക്ഷെ പക്ഷാന്തര വ്യയത്തില് പോയിട്ടുണ്ട് അല്ലേ? പക്ഷാന്തര വ്യയത്തിൽ പോയിട്ടുണ്ട്. പക്ഷാന്തര വ്യയം 9 ആണോ? അതെ, പക്ഷാന്തരവ്യം 9. വ്യയം ഏതെങ്കിലും 2 തരത്തിൽ കുറഞ്ഞിരുന്നാൽ മതി എന്നാണ് പക്ഷം. അത് നിൽക്കട്ടെ. എന്നാലും ആദ്യത്തെ വ്യയത്തിനാണ് പ്രാധാന്യം. അതങ്ങനെ അതിന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതവിടെ നിൽക്കട്ടെ. അതിനി മുകളിലേക്ക് വരുന്ന ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ആചാര്യൻ അത് മധ്യമമായി സ്വീകരിക്കാൻ പറഞ്ഞതിനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ടാണ് ഉത്തമത്തിലേക്ക് പോയത്. ഉത്തമം തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഉത്തമത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഉത്തമം സ്വീകരിക്കണം എന്നുള്ള പക്ഷമല്ല പറഞ്ഞത്. ആ 48 സെന്റിമീറ്ററിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ മറ്റ് അസൗകര്യം ഉണ്ടാകും എന്നുള്ളത് കണ്ടത് കൊണ്ടായിരിക്കണം 62 വന്നത്. അല്ലെങ്കിൽ 61 കോല് സ്വീകരിക്കാം. പക്ഷെ 61 കോല് സ്വീകരിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം, ഈ പറഞ്ഞ വിസ്താര ദീർഘത്തിൽ എടുത്തിട്ട് പ്രയോജനമില്ല. എന്താണത്? ഈ പറഞ്ഞ വിസ്താര ദീർഘം എന്ന് പറഞ്ഞാല് വിസ്താരത്തിന്റെ 2 ഇരട്ടിയിലധികമാണ് എന്ത് വന്നത്? മനുഷ്യാലയങ്ങൾക്ക് ദീർഘം വരുന്നത്. ശോഭനമല്ല, ഭൂഷണമല്ല എന്ന് പറയാൻ ആ കണക്കുകളുടെ, ആ നല്ല കണക്കുകളാണെങ്കിൽ കൂടിയും അത് പ്രവർത്തിക്കുന്നതിന് ആ കണക്കിന് വൈഷമ്യം ഉണ്ടാവുന്ന. അപ്പൊ മധ്യമത്തിലുള്ളൊരു കണക്ക്, അല്ലെങ്കിൽ അഷ്ടമി തിഥിയായുള്ളൊരു കണക്ക്, അല്ലെങ്കിൽ യമന്റെ നക്ഷത്രമായ ഭരണി നക്ഷത്രം പൂണ്ടൊരു കണക്ക്, ആ 2 മറ്റ് ഷഡ്വർഗങ്ങളിൽ ഈ പറഞ്ഞ 2 ദോഷങ്ങൾ മതി. പക്ഷാന്തരവ്യയത്തിന്റെയും കൂടെ ദോഷം കൊണ്ടായതുകൊണ്ട് ആചാര്യൻ മധ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് അത്ര സുഖമായിട്ട് ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നൊന്നും ഇല്ല. പിന്നെ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ അത് എടുക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞ പാദാധിക അംശത്തിലേക്ക് കൊണ്ടുവരണം. ഏത് പാദാധികമാ? 9 അംശത്തിലേക്ക് കൊണ്ടുവരണം. 9 അംശത്തിനകത്ത് കൃത്യമായിട്ട് വന്നിട്ട് അതിന്റെ ദീർഘവും വിസ്താരവും വരുന്നതിൻ്റെതായ പദയോനി ഈ പറഞ്ഞതായ ഏത് യോനിയാണോ ചുറ്റളവായി സ്വീകരിക്കുന്നത് ആ യോനിയുടെ 4 ഇരട്ടി വരുന്ന, അതായത് പദയോനി 4 ഇരട്ടി വരുന്നതായ യോനിയിൽ ദീർഘവിസ്താരാദികൾ പദയോനിപ്പെടുത്തി തന്നെ ചെയ്താൽ മാത്രമേ അതിന്റെ ഗുണം കിട്ടത്തുള്ളൂ. അല്ലത് മനസ്സിലായോ? അപ്പർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആയോ? എന്നാലും മനസ്സിലായി. അത് മതി. ഇനിയിപ്പോ 1-2 പ്രാവശ്യം വരച്ച് 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് ഒക്കെ ആയിക്കോളും കേട്ടോ. അല്ല, നമുക്ക് വിരോധമില്ല. 62 കോല് തന്നെ അവിടെ എടുക്കണമെന്ന് നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ എടുക്കേണ്ട നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. 61 കോല് എടുക്കാം. 61 കോല് എടുക്കുമ്പോൾ ഈ ദീർഘവിസ്താരാദികൾ എടുത്താൽ, ഇങ്ങനെ എടുത്താൽ ആ കണക്ക് കൊണ്ട് അതിന് വേറെ വീണ്ടും ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യൽ വരുന്നതിനേക്കാളും നല്ലതാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് ഇരട്ടി നീളം വരാത്ത രീതിയിൽ എടുക്കണത് തന്നെയാണ് നല്ലത്. വ്യാധിക്കുന്നുണ്ട്.
വ്യയാധിക്യം കൊണ്ട് തണ്ണീർമുക്കത്തിന്റെ ടെക്സ്റ്റിൽ പറഞ്ഞുകൊണ്ട് വ്യയാധിക്യം കൊണ്ട് കണക്കൊന്നും മാറ്റി വെക്കണ്ട, മരണം കൊണ്ട് മാറ്റി വെച്ചാൽ മതി. വ്യയാധിക്യം കൊണ്ട് കണക്ക് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല നക്ഷത്രവും നല്ല തിഥിയും ഇത്തിരി വ്യയമാണ് അധികമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിലും അത് പാതാധികത്തിൽ എന്നാൽ ഈ വ്യയാധിക്യം അവിടെ ദോഷം ചെയ്യത്തില്ല എന്നാണ്. ഇതിൽ അംശക്രമം പാതാധികാവസ്ഥയിൽ എടുത്തിട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്നാണോ പറയുന്നത്? അപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല 684 പേര് 1542 വരുന്നത്. അത് പാതാധികാവസ്ഥയിലാണ് ഇപ്പൊ എടുക്കുന്നത്. അത് എടുത്ത് അതിലിപ്പോ വീതിയുടെ ഡബിളിന്റെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യേണ്ട. അതുപോലെ തന്നെയല്ലേ ഏകദേശം 654 ഒരു മിനിറ്റ് 654 ഡബിൾ തന്നെയല്ലേ? ഡബിളിനേക്കാൾ കൂടുതൽ തന്നെയല്ലേ പിപി എടുത്ത കേസും? ഇതും ദീർഘചതുരം തന്നെയല്ലേ? അതെ, ആ കണക്ക് ഉത്തമമല്ലേ? കണക്ക് പക്ഷാന്തര വ്യയത്തിലും ആഴ്ചയിലും തിഥിയിലും നക്ഷത്രത്തിലും ഒക്കെ വന്നിട്ട് ഉത്തമമല്ലേ? അതെ. നക്ഷത്രമൊക്കെ നല്ലതല്ലേ 62 എന്താ നക്ഷത്രം 62 62 കോൽ 8 വിരലിന്റെ നക്ഷത്രം അനീഴം അല്ലേ? ഏതാണ്? അത്തമാണല്ലേ? അത്തം നല്ല നക്ഷത്രം അല്ലേ? തിഥി ഏതാണ്? ചതുർത്ഥിയാണ് വരുന്നത് തിഥി. ആഴ്ച ഏതാ വരുന്നത്? ആഴ്ച വരുന്നത് തിങ്കളാഴ്ച. തിങ്കളാഴ്ച അത്തം നക്ഷത്രം കുഴപ്പമില്ല, യോഗമാണ്. പിന്നീട് ചതുർത്ഥി അവിടെ അപ്രസക്തമായി പോകും. ആ 6 സംഗതികൾ നോക്കുമ്പോഴത്തേക്ക് 5 ഭൂരിപക്ഷമായിട്ടല്ലേ വരും. മരണനക്ഷത്രം അല്ലല്ലോ. പക്ഷം അപരപക്ഷമാണ്. പക്ഷെ അപരപക്ഷമൊന്നും കുഴപ്പമൊന്നുമില്ല. തിങ്കളാഴ്ച വന്നു, നക്ഷത്രം വന്നു. ഇതിലിപ്പോ നാള് വന്നിട്ട് നക്ഷത്രത്തിലാണ്, നമ്മുടെ ചതയത്തിലാണ് ആളുടെ ഗൃഹനാഥന നക്ഷത്രങ്ങി നമുക്കിത് എടുക്കാൻ പറ്റില്ലല്ലോ. അത്തത്തിന്റെ ആളുടെ വേദനക്ഷത്രം വന്നിട്ട് ചതയാന്ന് വിചാരിക്കുക. അത് പറ്റില്ല. വേദം പറ്റില്ല. വേദം ഒരു കാരണവശാലും പറ്റില്ല. 5 ഇതായ മതിയോ? ഈ വരവ്, ചെലവ്, നാള്, നാഴിക, വയസ്സ്, വേദന അതിലൊക്കെ നോക്കുമ്പോ ഏകദേശം 5 ഇത് അതുകൊണ്ടാണ് ഒരു ഉത്തമത്തിന്റെ കേസിൽ ഇൻക്ലൂഡ് ചെയ്തതിനെ. അതിനേക്കാൾ അതെ, ഈ ടെക്സ്റ്റിനേക്കാളും ബൃഹത്തായ നല്ല ടെക്സ്റ്റാണ് ചിത്രാവലി. ഗ്രഹചിത്രാവലിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചു പറയുന്നുണ്ട്. തണ്ണീർമുക്കം വാസ്തുശാഖയുടെ ഗ്രഹചിത്രാവലി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. പക്ഷെ ടെക്സ്റ്റ് ഈ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ പുതിയതായിട്ട് വാസ്തു പഠിക്കുന്നവർക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു സാധനമല്ല. അത് നിങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റും. ഇത്ര നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാകൂ. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഗോപ്യമായ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം പറഞ്ഞതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയസ്ഥമാക്കാൻ പറ്റും. പുതിയതായിട്ട് ഒരാളിന് വായിച്ചാൽ അതൊന്നും മനസ്സിലാവില്ല. അതിനകത്ത് ഇത് ഡീപ്പായിട്ട് ഈ കണക്കിനെ കുറിച്ച് അഗാധമായിട്ട് മനസ്സിലാക്കിയിട്ട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ന ആഴ്ചകൾ ഇപ്പം ഞാൻ പറയാം. അതായത് ഉത്രാടം നക്ഷത്രവും ശനിയാഴ്ചയുമായിട്ട് ചേർന്നാൽ മരണയോഗമാണ്. അപ്പൊ ഉത്രാടവും ശനിയാഴ്ചയും ഒരു കണക്കിനകത്ത് വന്നാൽ ആ കണക്ക് മരണയോഗപ്രദമാണ്. അതിന് ആയാദിക്കൊക്കെ ഉണ്ടായിരിക്കാം. മനസ്സിലായോ? തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രമായിട്ട് വന്നാൽ മഹാസൗഭാഗ്യയോഗമാണ്, യോഗമാണ്, നല്ലതാണ്. വെള്ളിയാഴ്ചയും രോഹിണിയുമായിട്ട് വന്നാലും മരണയോഗമാണ്. ഞായറാഴ്ചയും മകമായിട്ട് വന്നാലും മരണയോഗമാണ്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതായ യോഗങ്ങളൊന്നും നമ്മുടെ ഈ ചെറിയ കൈകണക്ക് പട്ടികയിടാത്ത അതൊന്നും പരിഗണനയ്ക്കെടുത്തിട്ടില്ല. അവിടെ ആകെ പരിഗണനയ്ക്കെടുത്തിരിക്കുന്നത് ആയവും വ്യയവും മരണവും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ബാക്കി മറ്റുള്ളത് പറഞ്ഞിരിക്കുന്നതും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കണമെന്ന് നമ്മൾ കരുതിയിട്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ നേരലും പറഞ്ഞു വേദനക്ഷത്രം എടുക്കാൻ പാടില്ല എന്ന്. കറക്റ്റാണ്, വേദം ഒഴിവാക്കി തന്നെ എടുക്കണം. വേദം ആ ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളിനെ ആരുടെ പേരിലാണോ ആ ഗൃഹം ചെയ്യുന്നത് അത് വേദനക്ഷത്രമാണെന്നുണ്ടെങ്കിൽ, വസ്തുവിന്റെ നക്ഷത്രം വീടിന്റെ നക്ഷത്രം വേദമാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും നല്ല സുഖത്തിലായിരിക്കത്തില്ല പണി പോകുന്നതും. പണി പോയാൽ തന്നെയും അതിന് ശേഷവും മറ്റ് അസ്വസ്ഥതകളോ ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാറുമുണ്ട്. സാമ്പത്തികമാകുന്ന പ്രതിസന്ധികളിലേക്കൊക്കെ പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. രോഗിയായി മാറുന്നതൊക്കെ. ഗൃഹനാഥന് ഓക്കെയാണ്, പക്ഷെ ഭാര്യയ്ക്കും മക്കൾക്കും അത് വേദനക്ഷത്രമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരുടെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണതും ആ ഒരു കണക്കിലാണ് എന്ന് വിചാരിക്കുക.
ആരുടെ ഒരാളുടെയും മാത്രം പ്രശ്നമുള്ളൂ, മക്കളുടെയോ വൈഫിന്റെയോ മാത്രം പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. പക്ഷെ അവരുടെ എല്ലാ ബിൽഡിംഗ് റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അവരുടെ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വേറെ അളവെടുക്കാൻ വേറെ മറ്റു നിർവാഹം ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗൃഹനാഥന്റെ നാഥയുടെയും വരുന്നില്ലല്ലോ, മറ്റൊരാളിന്റെ അല്ലേ വരുന്നുള്ളൂ. പുറത്ത് നോക്കുമ്പോഴും നാഥയ്ക്ക് വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഗൃഹനാഥന് വന്നിട്ടില്ല, ഗൃഹനാഥയ്ക്കാണ് വന്നതെന്ന് വിചാരിക്കുക. ഗൃഹത്തിന്റെ കാര്യത്തിൽ ഗൃഹനാഥനും ഗൃഹനാഥയും തുല്യ പങ്കാളിത്തമാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ആ, അതെ. മക്കളുടെ കാര്യം മാത്രമാണ് ഒരു മക്കളുടെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പരിഗണിക്കുമ്പോൾ എല്ലാം നോക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്ലാസ് വേറെ രീതിയിലേക്കേ പോകത്തുള്ളൂ, എല്ലാം പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ. കാരണം ഒരിക്കലും നമുക്ക് എല്ലാം പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എല്ലാം നോക്കി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വസ്തു കാണില്ല, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികം കാണില്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. യോഗം ഉണ്ടാകണം എന്ന് പറയുന്നത്. നല്ല വാസ്തുപ്രകാരം നല്ല വീട് വെക്കാൻ സ്ഥപതിയെ കിട്ടിയിട്ടോ കണക്ക് കിട്ടിയിട്ടോ കാര്യമില്ല, യോഗം ഉണ്ടാകണം എന്ന് പറയുന്നത്. ഓക്കെ സർ. ഓക്കെ സർ, ഒരു സംശയം കൂടെ. നമ്മുടെ ഈ ദീർഘവിസ്താര അനുപാതങ്ങളുടെ ഗുണവും ദോഷവും, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള എന്തെങ്കിലും അതിന്റെ ഫലങ്ങൾ, അതൊന്നും നമ്മുടെ കൈക്കണക്ക് പട്ടികയിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതല്ലേ സാർ പറഞ്ഞത്? അപ്പൊ അതൊരു പരിമിതമായ രീതിയിലുള്ള ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉള്ളതാണോ? അതായത് നമുക്ക് ഇതിനൊരു ബൃഹത് ഒരു എന്തെങ്കിലും സംവിധാനമുണ്ടോ? അതായത് നമുക്ക് ഈ പറയുന്ന എല്ലാത്തിനെയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാം പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചട്ടക്കൂട് നമുക്ക് ഉണ്ടോ സർ? കാരണം ഒരു വശത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ആപ്ലിക്കേഷൻ ആയാലോ അല്ലെങ്കിൽ ചാർട്ട് ആയാലോ അതിനകത്തുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് അത്ര തന്നെ പ്രാധാന്യമുള്ള കുറെ വിഷയങ്ങൾ ഈ പട്ടികയിൽ ഒന്നും പെടാതെ നിൽക്കുന്ന മറ്റൊരു വിഷയങ്ങൾ. അപ്പൊ അതിനെ നമ്മൾ എല്ലാത്തിനെയും ഏകോപിപ്പിച്ചിട്ട് ചേർത്ത് വെക്കുന്ന എന്തെങ്കിലും സംവിധാനം സാധ്യമാണോ? അങ്ങനെ അത് നമ്മൾ ഈ പട്ടികയിൽ, അല്ലെങ്കിൽ ഈ കൈക്കണക്ക് പട്ടിക എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഷഡ്വർഗ്ഗങ്ങളാണ്. അതായത് ഈ കണക്കിന്റെ 6 അവസ്ഥകൾ. അതിന്റെ മരണമോ, അതിന്റെ വയസ്സുണ്ട്, നക്ഷത്രമുണ്ട്, തിഥിയുണ്ട്, കരണമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആയമുണ്ട്, ചെലവുണ്ട്, വ്യയമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് മരണമല്ലാത്തൊരു കണക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൗമാരോ ബാല്യവും യൗവനവും ഒക്കെ വരുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ആയാധിക്യം കൂടിയൊരു കണക്ക് സ്വീകരിച്ചിട്ട് ആയാധിക്യം കൂടിയ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തമം എന്ന് പറഞ്ഞു പോകുന്ന ഒരു പട്ടിക മാത്രമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, നിങ്ങൾ റെഫർ ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ അപ്പുറത്താണ് നമ്മൾ ഈ പറഞ്ഞ, ഞാനിപ്പോ ഈ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന ഈ മറ്റ് ഭാഗങ്ങളൊക്കെ. അതായത് പാദാധികമായാലും, അതല്ലെങ്കിൽ അംശകത്തിൽ തന്നെ കൃത്യപ്പെടുത്തുക, അല്ലെങ്കിൽ പദയോനിയിൽ തന്നെ ദീർഘം വിസ്താരം എടുക്കുക, ഇത് തമ്മിൽ ഉള്ള അനുപാതം കൃത്യപ്പെടുത്തുക. ഇത് പോരാഞ്ഞിട്ട് ആചാര്യൻ മറ്റ് ഇതര ഗ്രന്ഥങ്ങളിൽ ഇത് സവിസ്തരം പഠിച്ച് മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് പ്രമാണങ്ങൾ സഹിതം പറയുകയും ചെയ്യും. എന്താ, ചന്ദ്രികയിലുണ്ടല്ലോ വളരെ കൃത്യമായിട്ട്. പക്ഷെ അതിങ്ങനെ ഈ സവിസ്തരം ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ടൊന്നും അതങ്ങനെ പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് അതിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അത് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് വഴങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് ആചാര്യം. ഈ ശാസ്ത്രം അങ്ങനെ തന്നെയാണ്. ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് എല്ലാവരെയും കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റില്ല. ഇത് പഠിച്ചു തുടങ്ങിയിട്ട് ഇത് മനസ്സിലാക്കണമെന്ന് അതിനെ നേരാമണ്ണം അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർക്ക് മാത്രമേ അത് വഴങ്ങിക്കൊടുക്കാറുള്ളൂ. അതല്ലാതെ എൻ്റെ സുഹൃത്തുക്കള് എന്നോടൊപ്പം പഠിച്ച ഒരുപാട് പേരുണ്ട്. അതിൽ കണ്ണടച്ചിരുന്ന് കണക്കുകൾ പറയുകയും കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു സൈറ്റിൽ ചെന്നാൽ ഇതൊന്നും പ്രവർത്തിക്കാത്ത സുഹൃത്തുണ്ട്. അവിടെ സഹായത്തിനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. എന്നാൽ നന്നായിട്ട് കണക്കുകളൊക്കെ കാണാപ്പാടമാണ്, അംശങ്ങളൊക്കെ കണ്ടാലും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാം, അതാണ് ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ സമയത്ത് വരാത്തൊരവസ്ഥ. ആ അവസ്ഥയാണ് അത് യോഗം എന്ന് പറയാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഒരു അനുഗ്രഹം കൂടെ വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഏത് സമ്പ്രദായത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതാത് സമ്പ്രദായത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് കൃത്യമായ കണക്കുകൾ നമുക്ക് വഴങ്ങിത്തരുള്ളൂ. ചോദ്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എടുത്ത് സ്വീകരിക്കുമ്പോൾ ആ കണക്കിന് അത് ഏത് അനുപാതത്തിൽ കൂടി ആയിരിക്കണമെന്ന് വന്നാൽ മാത്രമേ
ഈ പറയുന്നതായ അവസ്ഥയിലുള്ള ആ ഗുണം അല്ലെങ്കിൽ ആ പോസിറ്റീവ് ആ കണക്കിന് ലഭിക്കുകയുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പഠിച്ചു തന്നെ കൂട്ടിച്ചേർക്കണം. അത് ആപ്ലിക്കബിൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് ചെയ്യേണ്ടതാണ്. കാരണം അത് നന്നായിട്ട് വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരാള് നമ്മുടെ ഒരു പ്ലാൻ കണ്ടാൽ തന്നെ പെട്ടെന്ന് അഭിപ്രായം പറയുന്നത് മിക്കവാറും അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം കണ്ടായിരിക്കും. ആദ്യം തന്നെ കണക്ക് കൃത്യപ്പെടുത്തി കഴിഞ്ഞാൽ നീളവും വീതിയും തമ്മിലുള്ള അനുപാതവും അല്ലെങ്കിൽ നീളവും വീതിയും സ്വീകരിച്ചിരിക്കുന്നതായ ആ മെഷർമെന്റുകൾ തമ്മിലുള്ള അനുപാതം, അതായത് നീളം ഇത്ര വന്നാൽ വീതി ഇത്ര വന്നു, ആ നീളത്തിന്റെ 4 ഇരട്ടിയും വീതിയുടെ 4 ഇരട്ടിയും കൂടി വരുന്നത് പദയോനിയാണോ, അത് പദയോനി അല്ലെന്ന് പദയോനി സമ്പ്രദായത്തിലാണോ, അതല്ലെങ്കിൽ അംശക സമ്പ്രദായത്തിലാണോ, അതല്ലെങ്കിൽ മറ്റൊരു അംശക സമ്പ്രദായത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഓജാങ്കുല സിദ്ധാന്തമാണ്. ഓജാങ്കുല സിദ്ധാന്ത പ്രകാരമാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മളുടെ വാസ്തുവിന്റെ അറിവിനെ ഒരാൾ വിലയിരുത്തുന്നത്. അപ്പൊ അതങ്ങനെ പഠിച്ചു തന്നെ ചെയ്യേണ്ടതാണ്. ഇതര ഗ്രന്ഥങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഇതര ഗ്രന്ഥങ്ങളിലൊക്കെ സവിസ്തരം കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ പറഞ്ഞു. അത് സന്തോഷം കുറെ കാര്യങ്ങളൊക്കെ മറ്റു ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എടുത്ത് വളരെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. സർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മുടെ ഈ പട്ടികയിൽ ഒരു 48 സെന്റിമീറ്ററിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 48 അല്ലെങ്കിൽ 16 വിരൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ അളവുകളും നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ. അപ്പോൾ ഇത് 48 സെന്റിമീറ്റർ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വശത്തും 24 സെന്റിമീറ്റർ വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് വരൂ. അപ്പൊ 24 എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു കല്ലിന്റെ ഒക്കെ അന്നത്തെ ഒരു സ്റ്റാൻഡർഡൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള രീതിയിലായിരിക്കും അങ്ങനെയുള്ള ഒരു അളവിലേക്ക് എത്തിച്ചേർന്നത്. കാരണം അതൊരു ഒരു കല്ല് കൂട്ടുക, വർദ്ധിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും? സെന്റിമീറ്റർ എന്നുള്ള സംഗതി വിടൂ. അവിടെ 8 അങ്കുലമാണ് വരുന്നത്. ഒരു മുഴക്കോല് 3 പദമാണ്. 8 8 8. അതിലൊരു പദമാണ് ഈ ഭിത്തിയുടെ കനമായിട്ട്. 2 പദത്തിലും ഭിത്തിക്കനം ചെയ്യും. 2 പദത്തിലും ഭിത്തിക്കനം ചെയ്യാം എന്ന് വെച്ചാൽ 16 അങ്കുലത്തിലും ഭിത്തിക്കനം ചെയ്യാം. 16 അങ്കുലത്തിൽ ചെയ്തിരിക്കുന്ന ഭിത്തികളുണ്ട് വലിയ വീടുകൾക്ക്. 4 കെട്ടിന്റെയൊക്കെ ഉള്ളകം കറക്റ്റ് ചെയ്യാനായിട്ട് 16 അങ്കുലത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ ക്ഷേത്രങ്ങളുടെ ഉള്ളകവും പുറവും കറക്റ്റ് ചെയ്യാനായിട്ട് 16 അങ്കുലം വരുന്നതുകൊണ്ട് ഭിത്തിയുണ്ട്. 16 അങ്കുലം അല്ല, ഒരു കോലിന്റെ ഭിത്തി ഉണ്ടല്ലോ കനം. അവിടെ സെന്റിമീറ്റർ വിടൂ കേട്ടോ. ആ 24 എന്നുള്ളതോ അല്ലെങ്കിൽ 48 എന്നുള്ളതോ വിടും. അതവിടെ കേവലം നമുക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യപ്രദമായിട്ട് ഇപ്പോഴത്തെ അളവുകൾ എന്നുള്ള ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു എന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് കോലളവിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കോലെന്ന് പറയുന്നത് 24 അങ്കുലം. 24 അങ്കുലം വരുന്ന കോലിനെ കിഷ്കു എന്ന് പറയുന്നു. ആ കിഷ്കു സർവ്വസമ്മത ഹസ്തമാണ്. സർവ്വസമ്മതമായി എല്ലാവരും ഉപയോഗിക്കാവുന്ന എല്ലാ സാധനങ്ങളും അളക്കാനും എല്ലാ ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാ വീടുകളും ദേവാലയങ്ങളും ഒക്കെ അളക്കാൻ നമുക്ക് സർവ്വസമ്മതമായിട്ട് കിഷ്കു പറയുന്നു. അതിന്റെ അളവ് 24 അങ്കുലമാണ്. ഈ 24 അങ്കുലത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മുഴക്കോലിനെ 3ആയിട്ട് ഭാഗിച്ചാൽ 8 അങ്കുലം വീതമുള്ള 3 പദങ്ങളായിട്ട് മാറും. അതിലൊരു പദമാണ് നമ്മൾ ഈ 8 അങ്കുലം. ഈ 8 അങ്കുലത്തിനെയാണ് നമ്മൾ 24 സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ സെന്റിമീറ്റർ വിട്ടിട്ട് 8 അങ്കുലം അല്ലെങ്കിൽ ഒരു പദം എന്നുള്ള ഭാഗം വന്നാൽ ഓരോ പദം വർദ്ധിക്കുന്ന അനുസരിച്ച് നമ്മുടെ കണക്കുകളിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പദം ഒരു സൈഡിൽ വന്നാൽ അടുത്ത. ഓക്കെ. അന്ന് ലഭ്യമായിട്ടുള്ള കല്ലുകളുടെയൊക്കെ അളവും ഏതാണ്ട് ഈ ഒരു അളവിൽ തന്നെ ആയിരിക്കും. ഒരു പദത്തിലാണ് സാധാരണയായിട്ട് കല്ലുകളൊക്കെ വെട്ടിയെടുത്തിരിക്കുന്നത്. വേദത്തിൽ ചുടുകട്ടയെ പറ്റി പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. വേദത്തിൽ ചുടുകട്ടയെ പറ്റി പറയുന്നുണ്ട്. ആ ചുടുകട്ടയുടെ അളവിനെ പറ്റി അങ്കുലമാനത്തിലും യവമാനത്തിലും ഒക്കെ വേദത്തിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ശരി. യുക്തം വാസ്തുശാസ്ത്രം ശംഭൂനാഥ് പൂർവം പുരാതനം എന്നല്ലേ. ഇപ്രകാരമുള്ള ഈ വാസ്തുശാസ്ത്രം ശംഭൂനാഥ് പൂർവം എന്ന് പറഞ്ഞാൽ ശംഭുവിന് മുമ്പെന്നാ. പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പെന്ന. ശംഭുവാണ് ശിവന് മുമ്പ് ഉള്ളതാണ്. എന്നാലും ശിവന് മുമ്പ് എന്ന് നമ്മൾ കാണേണ്ടതാണ്. ശിവനോടൊപ്പം വന്നു എന്ന് പറയാം. ശിവനും ആദ്യം അന്തവുമില്ലാത്ത ആളല്ലേ. അപ്പം അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഉപദേശിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയതായിരിക്കണം. എന്തു തന്നെ ആയാലും നല്ല പഴക്കമുള്ളതാണ്. പഴക്കത്തിന്റെ ഭാഗമായിട്ടും ഏതായാലും മെഷർമെന്റുകൾ വളരെ കൃത്യപ്പെടുത്തി ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മുഴക്കോൽ എങ്ങനെ ഉണ്ടായെന്നും മുഴക്കോലിലേക്ക് വന്ന അളവ് പരമാണു വരെ എങ്ങനെയാണ് വന്നതെന്നും വളരെ കൃത്യമായിട്ട് ലിക്ഷയായ യുഗമായാലും ആ യുഗവും ലിക്ഷയും ഒക്കെ വലുതായി പ്രസരേണവും ദർശരേണവും ലിക്ഷയും യുഗവും വലുതായി അവസാനം യവമാകുകയും യവം അങ്കുലമാകുകയും അങ്കുലം വിദസ്തിയാകുകയും വിദസ്തി കോലാകുകയും ചെയ്യും. ഓക്കെ, നമുക്ക് പ്രേമാനന്ദ് സാറിന്റെ സംശയത്തിലേക്ക് പോകാം. അതായത് ഒരു കോൽ എന്ന് പറയുന്നത്
72 സെന്റിമീറ്റർ എന്നുള്ളത് പല സ്ഥലത്തും മാറ്റിയാണല്ലോ എടുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള സാബിജി സാറിന്റെ അഭിപ്രായം തന്നെ പറഞ്ഞു. ഞാനാണോ പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, കേവലം നമ്മൾ ഈ 72 സെന്റിമീറ്റർ എന്നോ 73 സെന്റിമീറ്റർ എന്നോ ഒന്നും പറയുന്ന ഒരു സമ്പ്രദായമല്ല. അതാത് പ്രദേശത്തെ ഇത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പലപ്പോഴും പല സ്ഥലത്തും നമുക്ക് ഈ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ പല സ്ഥലത്തും പല മഴക്കോലുകൾക്കനുസൃതമായിട്ട് കണക്കുകൾ ഉണ്ടാക്കേണ്ടി വരും. എന്നിരുന്നാലും അത് നമ്മുടെ അവിടെ സ്വീകരിച്ചിരിക്കുന്ന ആ കോലിന് നമ്മൾ ഈ പറഞ്ഞ സെന്റിമീറ്ററിലേക്ക് മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പലയിടത്തും പല കണക്കാണ്. 73.25 സെന്റിമീറ്റർ ഉള്ള മഴക്കോലിലെ കണക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരേ സ്ഥലത്ത് തന്നെ, എൻ്റെ നാട്ടിൽ ഒരേ സ്ഥലത്ത് തന്നെ ഒരു ഹൈവേയുടെ ഇരുവശങ്ങളിലായി, ഹൈവേയുടെ ഈസ്റ്റിലും വെസ്റ്റിലുമായിട്ട് രണ്ടളവിലാണ് ചെയ്തിരിക്കുന്നത്. എന്താ, അവിടെ നേരത്തെ നിന്നിരുന്നതായ ക്ഷേത്രം അളന്ന് ആ ക്ഷേത്രത്തിൻ്റെതായ കണക്ക് തന്നെ അവിടെ സ്വീകരിച്ചില്ലെങ്കിൽ ആ കണക്ക് വെച്ചായിരിക്കും ആ ബിംബം ഉറപ്പിച്ചിരിക്കുന്നതായ പീഠമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ വാതിലുകൾ, മറ്റു അവയവങ്ങളൊക്കെ. അപ്പൊ നമ്മളിപ്പോ പുതിയതായിട്ട് 72 അല്ലെങ്കിൽ മാറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണക്കോ അവിടെ സ്വീകരിച്ചാൽ ഇത് നമ്മൾ വേദഭാഗത്തില്ലേ? അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു മഴക്കോല് നമ്മൾ സ്വീകരിച്ചാൽ ആ മഴക്കോല് പ്രകാരമുള്ള അളവുകളായിരിക്കണം ആദ്യ അന്ത്യം വരെ, ആദ്യ അവസാനം വരെ ഒരു നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ മഴക്കോല്, അല്ലാതെ വേറെ മാറ്റിയത്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ചുറ്റമ്പലത്തിന്റെ കണക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ വേറൊരു സ്ഥപതി മുമ്പ് വന്ന് അവിടെ ഒരു ധ്വജത്തിന്റെ കണക്ക് കൊടുത്തിരിക്കുന്നത്, അത് ധ്വജം സ്ഥാപിക്കുന്നത് ഈ പ്രധാന ശ്രീകോവിലിന്റെ മധ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാന വാതിലിൽ നിന്ന് മുന്നോട്ട് ഇത്ര ദണ്ട് നീക്കിയെന്നാണ്. അപ്പൊ ഈ ദണ്ട് നീക്കി ആ ദണ്ട് അളന്ന് നോക്കുകയും ഈ നിലവിലുള്ള ശ്രീകോവിലിന്റെ ഉത്തരം അളക്കുകയും ഉള്ളളക്കുകയും വാതിലളക്കുകയും ബിംബം അളക്കുകയും പീഠം അളക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് അവിടെ ഈ പറഞ്ഞതുപോലെ 73 സംതിങ് ആണ്, 73.15 ആണ് അവിടുത്തെ മുഴക്കോലായിട്ട്. പക്ഷെ അവിടെ ദണ്ടായിട്ട് അദ്ദേഹം നേരത്തെ വന്ന സ്ഥപതി ചെയ്തു വെച്ചിരിക്കുന്നത് 72 സെന്റിമീറ്റർ കോല് വെച്ചിട്ട് ആ ദണ്ട അളവുണ്ടാക്കിയിട്ട് അത് പ്രകാരമാണ് എന്ത് വെച്ചിരിക്കുന്നത്, അവിടെ ധ്വജം വെച്ചിരിക്കുന്നത്. അങ്ങനെ വിരുദ്ധമായ വ്യത്യസ്തമായ ഒരു സംഗതികളുണ്ട്. അപ്പൊ അത് ഓരോ പ്രദേശത്തും നിലനിന്നിരുന്നതായ ആ പ്രദേശത്ത് ദേവാലയം ഉണ്ടാക്കിയത്, ആ ദേവാലയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതായ എനർജി അവിടെ പൂർണ്ണമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പരമാണു ത്രസരേണുവാകുകയും വൃക്ഷവും യുഗവും യവവും അങ്കുലവുമായി മാറിയത് ഈ സമ്പ്രദായത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഓരോ പ്രദേശത്തും ആചാര്യൻ ഓരോ നിർമ്മാണങ്ങൾ നടത്തിയത്. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, തിരുവനന്തപുരത്ത് 75.5 പത്മനാഭന്റെ മഴക്കോല്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് പത്മനാഭന്റെ തൊട്ടടുത്ത് തന്നെയുള്ള പഴവങ്ങാടി ഗണപതിയുടെ ക്ഷേത്രത്തിൻ്റെത് 75 സെന്റിമീറ്ററിലാണ്. ഇപ്പോഴും ഞങ്ങളുടെ കമ്പനിയാണ് അതിപ്പം പുതുക്കിപ്പണിത്. അപ്പൊ അതിന്റെ മുഴക്കോൽ ഉണ്ടാക്കിയതും അതിനകത്ത് വെച്ചിരിക്കുന്ന മുഴക്കോൽ ഉണ്ടാക്കിയതും മുഴക്കോല് അത് പൂജിച്ചു കൊടുത്തതും ഒക്കെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘമാണ്. അപ്പൊ എനിക്കത് വളരെ കൃത്യം, മുഴക്കോല് രേഖപ്പെടുത്തിയത് ഞാനാണത്. അപ്പൊ അവിടെ 75 സെന്റിമീറ്റർ ആണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ പ്രദേശത്ത്, ഓണാട്ടുകര പോകുന്ന എൻ്റെ പ്രദേശത്ത്, അതായത് തിരുവിതാംകൂറിൽ, മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന പ്രദേശത്ത് 73.66 73.33 ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മറിച്ച് കോട്ടയത്താണെങ്കിൽ 72 സെന്റിമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ കണ്ണൂരിൽ 71.5 സെന്റിമീറ്റർ ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്, കണ്ണൂരിലുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പല മഴക്കോലാണ്. അപ്പൊ നമ്മൾ 72 എന്ന് പറയുന്ന ആ ഒരു നിശ്ചിത സെന്റിമീറ്റർ ക്രമത്തിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു മുഴക്കോലിനെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് 24 അങ്കുലം വരുന്ന കിഷ്കു എന്ന് പറയുന്ന സമ്പ്രദായമാണ്. അപ്പൊ കിഷ്കു 24 അങ്കുലമാണ്. ആ അങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ ആ പ്രദേശത്ത് നിർമ്മാണത്തിൽ ഇരിക്കുന്നതായ മുഴക്കോലിലേക്ക് ആ സെന്റിമീറ്റർ അളന്ന് കൃത്യപ്പെടുത്തുന്നതാണ്. കൊണ്ട് വ്യത്യാസമാണ് പല സ്ഥലത്തും ഇങ്ങനെ വൈരുദ്ധ്യമായിട്ട് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ പ്രദേശത്ത് ചെയ്തിരിക്കുന്ന 73.33 കൊടുത്തിരിക്കുന്ന ഗുരുക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ ഗുരുക്ഷേത്രമുണ്ട്. 72 ചെയ്തിരിക്കുന്ന ഗുരുക്ഷേത്രമുണ്ട് എൻ്റെ പ്രദേശത്ത് തന്നെ. പലപ്പോഴും പല രീതിയിലാണ് കണ്ടുവരുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് നിശ്ചിതമായിട്ട് ഇത് തന്നെയാണെന്ന് ബലം പിടിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യാലയങ്ങൾക്ക് സാമാന്യമായിട്ട് നമുക്ക് 72 ഉപയോഗിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് നമ്മുടെ വാസ്തു കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പൂർവാചാര്യന്മാരും ഇപ്പൊ സമകാലികരായ ആചാര്യന്മാരും പ്രശസ്ത സ്ഥപതികളും ഒക്കെ ഒരു തീരുമാനം എടുത്തായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതിനകത്തു നിന്നൊക്കെ വിഭിന്നമായിട്ടും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ദേവാലയത്തിന്റെ കാര്യത്തിൽ 72 സെന്റിമീറ്റർ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും അത് പലപ്പോഴും
പല സ്ഥലത്തും വളരെ 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 പ്രശ്നങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളിപ്പോൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും ക്ഷേത്രം പല പഴയ അളവിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് പൊളിച്ച് ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് കൂടി നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ സാർ, അതായത് അളവില് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് പട്ടിക പൊതുവിൽ ഉപയോഗിക്കാം അല്ലെ? പട്ടിക കൈക്കണക്ക് പട്ടിക ഉപയോഗിക്കാം. ശരി സാർ, താങ്ക് യു. ഇത് തന്നെയാണ്. സാർ, നേരത്തെ ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല, അതായത് നമ്മുടെ കോലായി ചുറ്റും വരുമ്പോഴത്തെ കേസ്. ഇപ്പൊ 10 മണിയായി, നമുക്ക് ക്ലാസ് മതിയാക്കിയാൽ നമുക്ക് അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചിരുന്നാലും നമുക്ക് അതുകൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ അസൈൻമെന്റ് ആയിട്ട് ഈ പ്ലാൻ ഒന്ന് സൈറ്റിൽ ഇടുകയാണ്, ഗ്രൂപ്പിൽ ഇടുകയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഇതിനകത്ത് കാണുന്ന ഇത്രയും സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു ടീച്ചേഴ്സ്. താങ്ക് യു.